എല്ലാവർക്കും നമസ്കാരം. ഇന്നും വിഷയം ഡോക്ടർ റോബിൻ രാധാകൃഷ്ണൻ തന്നെയാണ്. ഇത് ഉടനെയൊന്നും അവസാനിക്കില്ല എന്നൊരു ഉറപ്പുണ്ടായിരുന്നു. കാരണം ഇന്നാണ് വേദലക്ഷ്മി, ഡോക്ടർ ഡ്രേക്ക്, അബിൽ ദേവ് ഇവരുടെ പ്രസ് മീറ്റ് അവർ വിളിച്ചിട്ടുള്ളത്. അപ്പോൾ എന്തായാലും ഈ വിഷയത്തെക്കുറിച്ച് വീണ്ടും സംസാരിക്കേണ്ടി വരുമെന്ന് അറിയാം. പക്ഷേ ഇന്ന് രാവിലെ ഒരു വീഡിയോ കണ്ടു. ഡോക്ടർ റോബിൻ രാധാകൃഷ്ണൻ പുറത്തുവിട്ടൊരു വീഡിയോ. ആ വീഡിയോയ്ക്കകത്ത് റോബിൻ പറയുന്നത് റോബിൻ ₹1 പോലും ഈ പറയുന്ന അബിൽ ദേവിന് കൊടുക്കാനില്ല. കഴിഞ്ഞ ഒരാഴ്ച കൊണ്ട് ഇതൊരു കോൺട്രവേഴ്സി ആയിട്ട് ഇങ്ങനെ സോഷ്യൽ മീഡിയ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ്. റോബിൻ ലക്ഷക്കണക്കിന് രൂപ ഈ അബിൽ ദേവ് എന്ന് പറയുന്ന ആളുടെ കയ്യിൽ നിന്ന് വാങ്ങിച്ചു. അത് റോബിൻ പറയുന്നു പല ആൾക്കാരുടെ അക്കൗണ്ടിൽ നിന്നാണ് എനിക്ക് കാശ് വന്നത്. അബിൽ ദേവിൻ്റെ അക്കൗണ്ട് നമ്പർ ഇതുവരെ അബിൽ ദേവോ വേദലക്ഷ്മിയുടെ അക്കൗണ്ട് നമ്പർ വേദലക്ഷ്മി തന്നിട്ടില്ല, അതുകൊണ്ട് പൈസ എനിക്ക് തിരിച്ചു കൊടുക്കാൻ പറ്റിയിട്ടില്ല. അങ്ങനെ ആ രീതിക്കാണ് റോബിൻ്റെ നരേഷൻ പോകുന്നത്. ഞാൻ മനസ്സിലാക്കുന്നൊരു കാര്യം, പൈസ വാങ്ങിച്ചാൽ തിരിച്ചു കൊടുക്കണം, അത് ₹1 പോലും. അപ്പോൾ ഇന്നലെ തന്നെ സായിയുടെ ഒരു വീഡിയോ വന്നു. സായിയുടെ വീഡിയോയ്ക്ക് ഒരു കോൾ റെക്കോർഡിംഗ് ഒക്കെ കേട്ടു. ആ കോൾ റെക്കോർഡിംഗ് കേട്ടപ്പോൾ ലിറ്ററലി തോന്നിയൊരു കാര്യം, റോബിൻ അബിൽ ദേവിനെ പറ്റിച്ചതായിട്ടാണ് തോന്നിയത്. പക്ഷേ ഇന്ന് രാവിലെ റോബിൻ്റെ വീഡിയോ കണ്ടപ്പോൾ റോബിൻ ₹1 പോലും അങ്ങോട്ട് കൊടുക്കാനില്ല, പകരം 69,000 രൂപ റോബിന് ഈ ടീം ഇങ്ങോട്ടാണ് കൊടുക്കാനുള്ളത്. ഇതാണ് റോബിൻ്റെ വേർഷൻ. നമുക്കെന്തായാലും റോബിൻ്റെ വീഡിയോ ഒന്ന് കണ്ടു നോക്കാം. നിങ്ങൾ ഈ വീഡിയോ പൂർണ്ണമായിട്ട് കാണുക, കണ്ടാൽ മാത്രമേ കാര്യം മനസ്സിലാവത്തുള്ളൂ. കാരണം ആ കോൾ റെക്കോർഡിംഗ്, സായിയുടെ ചാനലിൽ വന്ന കോൾ റെക്കോർഡിംഗ് കൂടി ഞാൻ അതിനകത്ത് വെക്കുന്നുണ്ട്. അതും കൂടെ കേൾക്കുമ്പോഴേ ഇതിനകത്ത് ആരാണ് ശരിക്കും പറ്റിക്കപ്പെട്ടത്, ആരാണ് ട്രാപ്പിലാക്കപ്പെട്ടത് എന്നുള്ള കാര്യം മനസ്സിലാവത്തുള്ളൂ. അപ്പോൾ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് കണ്ടോളൂ. അതോടൊപ്പം തന്നെ ആ ബെല്ലൈക്കൺ ഓൾ ഓപ്ഷൻ എനേബിൾ ചെയ്ത് വെച്ച് ഹൈപ്പൊക്കെ ഒന്ന് കൊടുക്കുകയാണെങ്കിൽ ഈ ഒരു വീഡിയോ കുറച്ച് ആൾക്കാരിലേക്ക് എത്തും. എന്തുകൊണ്ട് ഈ വീഡിയോ കുറച്ചധികം ആൾക്കാരിലേക്ക് എത്തണം? ഒരു വ്യക്തി സാമ്പത്തികമായിട്ട് ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാകുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും കടം മേടിക്കും. കടം മേടിച്ച് ആ മേടിക്കുന്ന സമയത്ത് പൊന്നെ, കരളെ, ചക്കരയെ, തേനെ, പാലെ എന്നൊക്കെ വിളിച്ച് മേടിച്ചിട്ട് അതിന് ശേഷം തിരിച്ച് ചോദിക്കുമ്പോൾ പറയുന്ന വാക്കുകൾ. ഞാൻ ഇന്നലെ റോബിൻ്റെ ഒരു വീഡിയോ കണ്ടു. അതിനകത്ത് റോബിൻ പറയുന്നൊരു വാചകം എന്ന് പറഞ്ഞാൽ ഈ അബിൽ ദേവിൻ്റെ അമ്മയ്ക്ക് വരെ വിളിച്ചിട്ടുണ്ട്. സായി പറഞ്ഞ പ്രകാരമാണെങ്കിൽ അബിൽ ദേവിൻ്റെ അമ്മ ഇന്ന് ജീവിച്ചിരിപ്പില്ല. ആ അമ്മേനെ വരെ മോശമായിട്ട്, അതായത് അവൻ ഒറ്റ തന്തയ്ക്ക് പറഞ്ഞവനാണെങ്കിൽ അവൻ്റെ അമ്മേനെ അവൻ്റെ അച്ഛൻ എന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര മോശമായിട്ടാണ് റോബിൻ സംസാരിക്കുന്നത്. ഇനി എന്ത് തന്നെ ആയിക്കോട്ടെ, നമ്മുടെ ആപത്തിൽ നമ്മളെ സഹായിച്ചൊരു വ്യക്തിയെ അത്തരത്തിൽ ഒരു രീതിയിലും സംസാരിക്കാൻ പാടില്ല. അത് മാന്യതയുള്ളവർക്ക് ചേർന്ന പണിയല്ല. ഇവിടെ ഞാൻ ആരെയും ബ്ലെയിം ചെയ്യുന്നില്ല. പക്ഷേ റോബിൻ ഈ ചെയ്ത കാര്യം വളരെ മോശമാണ്. കാരണം റോബിനെ ഒരു സമയത്ത് റോബിൻ്റെ ഇല്ലായ്മകളിൽ സഹായിച്ച ഒരാളാണ് ഈ അബിൽ ദേവ് എന്നാണ് പറയപ്പെടുന്നത്. പിന്നെ റോബിൻ്റെ പഴയ ഇൻ്റർവ്യൂക്ക് കാണുമ്പോൾ മനസ്സിലാവുന്നൊരു കാര്യം, റോബിൻ പറയാറുണ്ട്, എനിക്ക് അടുത്ത എത്രയോ തലമുറ ജീവിക്കാനുള്ള കാശ് ഞാൻ ഇതിനോടകം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഇപ്പോൾ മനസ്സിലായല്ലോ, എത്ര തലമുറ ജീവിക്കാനുള്ള കാശ് നമ്മുടെ ഉണ്ടെങ്കിലും ഒരു നിമിഷത്തെ ഒരു റീസൺ മതിയാവും അതെല്ലാം ഇല്ലാതാവാനായിട്ട്. ഇനി അത് റോബിൻ്റെ തള്ളായിരുന്നു നമുക്കറിയത്തില്ല, അത് വേറെ കാര്യം. ഈ ഒരുപാട് തലമുറകൾ ജീവിക്കാനുള്ള കാശ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ടെന്ന് പറഞ്ഞത് ഒരു തള്ളായിരുന്നു നമുക്കറിയില്ല. ഇവിടെ ഇപ്പോൾ എന്തായാലും റോബിൻ കടത്തിന്മേൽ കടത്തിൽ മുങ്ങി നിൽക്കുകയാണ്. പിന്നെയും പല ആൾക്കാർ ചോദിക്കുന്ന ചോദ്യമാണ്, എന്തിനാണ് ഇത്രയധികം കടങ്ങൾ? അമ്മയുടെ ട്രീറ്റ്മെൻറ്റ് കാരണമാണോ? അത് മാത്രമാണോ കാരണം? 75 ലക്ഷം രൂപ അബിൽ ദേവിന് കൊടുക്കാനുണ്ടെന്നാണ് അബിൽ ദേവ് പറയുന്നത്. റോബിൻ്റെ കണക്ക് പ്രകാരം റോബിൻ ഈ ഒരു ഇന്ന് രാവിലത്തെ വീഡിയോയിൽ പറയുന്നത് 42 ലക്ഷത്തി സംതിങ് ആണ് റോബിൻ മേടിച്ചത്, 43 ലക്ഷത്തി സംതിങ് ആണ് റോബിൻ തിരിച്ചു കൊടുത്തതെന്ന് പറയുന്നു. അതിനകത്തൊക്കെ ചില പൊരുത്തക്കെട്ടുകൾ എനിക്ക് തോന്നിയത് കണ്ടപ്പോൾ. നമുക്കെന്തായാലും റോബിൻ്റെ ആ വീഡിയോ ഒന്ന് കണ്ടു നോക്കാം. എല്ലാവർക്കും നമസ്കാരം. ഞാൻ ഡോക്ടർ റോബിൻ രാധാകൃഷ്ണൻ. ഇന്ന് ഓഗസ്റ്റ് 12 രാവിലെ 7 മണിയാണ്. അപ്പൊ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് എനിക്ക് അഗൻസ്റ്റ് വലിയ രീതിയിലുള്ള സൈബർ അറ്റാക്കാണ് സോഷ്യൽ മീഡിയയിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. വേദലക്ഷ്മിക്കും അബിൽ ദേവനൊക്കെ ഞാൻ ഫണ്ട് കൊടുക്കാനുണ്ട്, ഞാൻ അവരെ പറ്റിച്ചു എന്നൊക്കെ പറഞ്ഞിട്ടാണ് അവരെന്ത് ചെയ്യുന്നത്, വീഡിയോസും കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്, എന്നെ എക്സ്പോസ് ചെയ്യുന്നതിന്റെ, ഞാൻ കാശ് വെച്ചിട്ടുള്ള വീഡിയോ എടുത്തിടുന്നു. ഇങ്ങനെയുള്ള പല കാര്യങ്ങളും നടക്കുന്നു. ഒരുപാട് പേര് റിയാക്ട് ചെയ്യുന്നു, കമന്റ് ചെയ്യുന്നു, എന്നെ ചീത്ത വിളിക്കുന്നു. ഞാൻ ഇന്നലെ, അതായത് ഓഗസ്റ്റ് 11 ഇന്നലെ ഞാൻ കംപ്ലീറ്റ് എന്റെ ബാങ്കിന്റെ ഡീറ്റെയിൽസ് എടുത്തിട്ടുണ്ട്, ട്രാൻസാക്ഷൻ ഡീറ്റെയിൽസും കാര്യങ്ങളെല്ലാം എടുത്തിട്ടുണ്ട്. ഇവരുടെ ചാറ്റ്, ഇവർക്ക് അയച്ചു കൊടുത്തിട്ടുള്ള ട്രാൻസാക്ഷൻ ഡീറ്റെയിൽസ്, എനിക്ക് അയച്ചു തന്നിട്ടുള്ള ഡീറ്റെയിൽസ്, കംപ്ലീറ്റ് സാധനം ഞാൻ പ്രിന്റ് ഔട്ടും ഡോക്യുമെന്റ്സും കാര്യങ്ങളെല്ലാം എടുത്തിട്ടുണ്ട്. റോബിൻ ഇതിനകത്ത് പറയുന്നത് ഇന്നലെ, അതായത് 11 ഇന്ന് 12 ഇന്നലെ കംപ്ലീറ്റ് ട്രാൻസാക്ഷൻ ഡീറ്റെയിൽ എടുത്തിട്ടുണ്ടെന്നാണ് പറയുന്നത്. അപ്പോൾ റോബിൻ കഴിഞ്ഞ ദിവസം പ്രസ് മീറ്റിൽ വെച്ച് കാണിച്ച ട്രാൻസാക്ഷൻ ഡീറ്റെയിൽ ഏത് മാസത്തെ ആയിരുന്നു, എപ്പോഴത്തെ ആയിരുന്നു? കാര്യം റോബിൻ ആ പ്രസ് മീറ്റിൽ പറയുന്നുണ്ട്, ഞാൻ കഴിഞ്ഞ 6 മാസത്തെ ട്രാൻസാക്ഷൻ ഡീറ്റെയിൽ ഇതേ ഇവിടെ കാണിക്കുന്നുണ്ട്, ഇതെൻ്റെ 6 മാസ ട്രാൻസാക്ഷൻ ഡീറ്റെയിൽ ആണ്. എൻ്റെ പഞ്ചാബ് നാഷണൽ ബാങ്കിലെയും അതുപോലെ HDFCയോ ആണെന്ന് തോന്നുന്നു ബാങ്കിലെയും ട്രാൻസാക്ഷൻ ഡീറ്റെയിൽ ഞാനിവിടെ കാണിക്കുന്നത്. ഏകദേശം 6 കോടി രൂപയുടെ ട്രാൻസാക്ഷൻ നടന്നതായിട്ടാണ് റോബിൻ അതിനകത്ത് കാണിക്കുന്നത്. അത് എപ്പോഴത്തെ ട്രാൻസാക്ഷൻ ഡീറ്റെയിൽ ആയിരുന്നു? ഈ വീഡിയോയ്ക്കകത്ത് റോബിൻ പറയുന്നത് ഇന്നലെ ഞാൻ ട്രാൻസാക്ഷൻ ഡീറ്റെയിൽ കംപ്ലീറ്റ് എടുത്തു എന്നാണ് പറയുന്നത്. അതിനകത്ത് ഈ വേദലക്ഷ്മിക്ക് കൊടുത്ത കാശും ഈ അബിൽ ദേവിന് കൊടുത്ത കാശും അവരിൽ നിന്ന് ഇങ്ങോട്ട് വന്ന കാശിൻ്റെ കണക്കുകളെല്ലാം റോബിൻ പറയുന്നുണ്ട്. ഇതും റോബിൻ കാണിക്കുന്നില്ല കേട്ടോ, ജസ്റ്റ് പറയുന്നത് മാത്രമേ ഉള്ളൂ. ഇതിൻ്റെ ബാക്കി ഡീറ്റെയിൽ ആയിട്ട് റോബിൻ ഇവരുടെ പ്രസ് മീറ്റിൽ റോബിൻ ഡയറക്റ്റ് ചെന്ന് കാണിക്കുന്ന പറയുന്നത്. അപ്പോൾ ഇത് ഇവിടെ കൊണ്ട് അവസാനിക്കുന്നില്ല. അവിടെ ചെന്ന് റോബിൻ ഇത്
ഡോക്ടർ ഡ്രേക്കിൻ്റെ മുമ്പിൽ വെച്ചിട്ട് കാണിക്കുമെന്നാണ് പറയുന്നത്. അതായത് അനന്തു സുർജിത്തിൻ്റെ മുന്നിൽ വെച്ചിട്ട് കാണിക്കുമെന്നാണ് പറയുന്നത്. പക്ഷേ എൻ്റെ സംശയം നിൽക്കുന്നത് കഴിഞ്ഞ ദിവസം റോബിൻ പറഞ്ഞ ട്രാൻസാക്ഷൻ ഡീറ്റെയിൽ അപ്പോൾ എപ്പോഴത്തെ ആയിരുന്നു? ഇതിനകത്ത് കംപ്ലീറ്റ് എടുത്തു എന്ന് പറയുന്നു. അപ്പോൾ അതിനകത്ത് കംപ്ലീറ്റ് ഇല്ലായിരുന്നു. എത്ര രൂപയാണ് റോബിൻ വാങ്ങിച്ചതെന്നും റോബിൻ കൊടുത്തതെന്നും റോബിൻ അതിനകത്ത് പറയുന്നുണ്ട്. കേൾക്കാം. അപ്പം ഈ പറഞ്ഞ അബിൽ ദേവ്, വേദലക്ഷ്മി, ഇവരുടെ കൂട്ടത്തിലുള്ള റമീൻ, പിന്നെ ഷാജർ, ധന്യ, ഈ പറഞ്ഞ ആൾക്കാരിൽ നിന്നുള്ള സാമ്പത്തിക ഇടപാട് ടോട്ടൽ മൊത്തത്തിലുള്ള അവരുമായിട്ടുള്ള എമൗണ്ട് എന്ന് പറയുന്നത് 42,53,500 രൂപയാണ്. 42,53,500 രൂപ. അപ്പോൾ കഴിഞ്ഞ ദിവസം പ്രസ് മീറ്റിനകത്ത് റോബിൻ്റെ ഒരു അക്കൗണ്ട് നമ്പർ കാണിച്ചിട്ടുണ്ടായിരുന്നു. ഒരു അഞ്ജലി ജെ നായർ അങ്ങനെ ഒരു അക്കൗണ്ട് നമ്പർ കാണിച്ചിട്ടുണ്ടായിരുന്നു. ആ പ്രസ് മീറ്റ് കണ്ടവർക്ക് അറിയാൻ പറ്റും. ആ അക്കൗണ്ടിലേക്ക് റോബിൻ കാശ് ഇട്ട് കൊടുത്തില്ലേ? ഇതിനകത്ത് ആ പേര് കേട്ടില്ല. ആ ഒരു അക്കൗണ്ട് നമ്പർ റോബിൻ അയച്ചു കൊടുത്തെന്ന് പറയുന്നുണ്ട് ഈ അബിൽ ദേവ്. ഇതിനകത്ത് പക്ഷേ ആ പേര് കണ്ടില്ല. റോബിൻ പറഞ്ഞ പേരുകളുടെ കൂട്ടത്തിൽ അത് കണ്ടില്ല. പകരം മറ്റു പേരുകളാണ് കാണുന്നത്. അതിനകത്ത് പറയാത്ത പേരുകളും വരുന്നുണ്ട്. ബാക്കി അതായത് 42,53,500 രൂപീസ് എന്റെ അക്കൗണ്ടിൽ നിന്നും ഞാൻ ഇവർക്ക് തിരിച്ചു കൊടുത്ത എമൗണ്ട് എന്ന് പറയുന്നത് 43,22,500 രൂപയാണ്. അതായത് 43,22,500 രൂപ, 43,22,500 രൂപീസ് ഞാൻ ഇവർക്ക് തിരിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഈ ഡീറ്റെയിൽസ് വെച്ചിട്ടാണെങ്കിൽ 69,000 രൂപ, അതായത് 69,000 ഇവർ എനിക്ക് തിരിച്ച് ഇങ്ങോട്ട് തരാനുണ്ട്. മനസ്സിലായില്ലേ? പിന്നെ ഇതെല്ലാം ബാങ്ക് ട്രാൻസാക്ഷൻസ് ആണ്. ബാങ്ക് ട്രാൻസാക്ഷൻസ് നമുക്ക് ഫേക്ക് കാണിക്കാൻ പറ്റില്ല. അതാ ഇങ്ങോട്ട് തന്നത് അങ്ങോട്ട് കൊടുത്തൊക്കെ കറക്റ്റ് അതിൽ എന്തുണ്ട്, ബാങ്കിന്റെ ട്രാൻസാക്ഷൻ ഡീറ്റെയിൽസ് ഉണ്ട്. 42,53,500 രൂപയാണ് റോബിൻ വാങ്ങിച്ചത് എന്ന് റോബിൻ പറയുന്നു. ഈ ട്രാൻസാക്ഷൻ ഡീറ്റെയിൽ പ്രകാരം 43,23,000 സംതിങ് എമൗണ്ടാണ് റോബിൻ തിരിച്ചു കൊടുത്തു. 69,000 രൂപ റോബിൻ എക്സസ് ആയിട്ട് കൊടുത്തു. അധികം കൊടുത്തിട്ടുണ്ട്. എന്തിനു വേണ്ടി? നമ്മളൊരാളുടെ നിന്ന് വായ്പ മേടിച്ചു. അത് വായ്പ ആയിക്കോട്ടെ അല്ലെങ്കിൽ അക്കൗണ്ട് വഴി ആയിക്കോട്ടെ, എന്തോ ആയിക്കോട്ടെ, ഈ വാങ്ങിച്ച എമൗണ്ട് മാത്രമല്ലേ കൊടുക്കേണ്ട കാര്യമുള്ളൂ. അപ്പോൾ എന്തിനാണ് അധികം കൊടുത്തത്? അതിൻ്റെ ആവശ്യം എന്തായിരുന്നു? ഇതാണ് ഞാൻ ഇന്നലെ ചോദിച്ചത്. റോബിൻ മണ്ടനാണോ അതോ മണ്ടനായിട്ട് അഭിനയിക്കുകയാണോ അതോ റോബിൻ ഇപ്പോഴും ബിഗ് ബോസിനകത്താണോ എന്ന് ഞാൻ ചോദിച്ചത്. ഞാൻ ഈ സംസാരിക്കുന്നത് നമ്മുടെ മുന്നിൽ വന്ന ഡീറ്റെയിൽസ് പ്രകാരമാണ്. ഇതിനകത്ത് ഇൻറ്റേർണലി എന്തെങ്കിലുമൊക്കെ കളികൾ നടക്കുന്നുണ്ടെന്നുള്ള കാര്യം നമുക്കറിയത്തില്ല. നമ്മുടെ മുന്നിൽ വന്ന കാര്യങ്ങൾ വെച്ചാണ് സംസാരിക്കുന്നത്. അപ്പോൾ റോബിൻ പറയുന്ന പ്രകാരം 69,000 രൂപ ഈ അബിൽ ദേവ് ആൻഡ് ടീം റോബിൻ ഇങ്ങോട്ട് കൊടുക്കണം. റോബിൻ അവരുടെ കയ്യിൽ നിന്ന് വായ്പ മേടിച്ചതല്ലേ? അപ്പോൾ വാങ്ങിച്ച എമൗണ്ട് മാത്രമല്ലേ തിരിച്ചു കൊടുക്കേണ്ട കാര്യമുള്ളൂ? എന്തിനാണ് എക്സസ് 69,000 രൂപ അങ്ങോട്ട് കൊടുത്തത്? എന്തിനു വേണ്ടിയായിരുന്നു? 1 രൂപയാണെങ്കിൽ ഇപ്പോൾ നമ്മൾ അധികം കൊടുക്കേണ്ട കാര്യമില്ലല്ലോ. അപ്പോൾ ഇതിനകത്ത് എവിടേക്കോ കണക്കിൽ മിസ്റ്റേക്ക് റോബിന് പറ്റിയതാണോ അത് റോബിൻ കൂട്ടിയതിൽ പറ്റിയതാണോ എന്ന് എനിക്കറിയില്ല. പക്ഷേ എവിടേക്ക് കണക്ക് മാച്ച് ആവുന്നില്ല. 69,000 രൂപ ഇവർ ഇങ്ങോട്ട് കൊടുക്കാമെന്ന് പറയുന്നു. പക്ഷേ അബിൽ ദേവിൻ്റെ കണക്ക് പ്രകാരം അബിൽ ദേവ് പറയുന്നത് 75 ലക്ഷം രൂപയാണ് റോബിൻ വാങ്ങിച്ചതെന്ന് പറയുന്നു. ഇത്രയും ഫണ്ട് അബിൽ ദേവിന് എവിടെ നിന്നുള്ളത് ക്വസ്റ്റ്യൻ മാർക്കാണ്. റോബിൻ ചോദിക്കുമ്പോൾ അബിൽ ദേവ് കൊടുക്കാറുണ്ടായിരുന്നു. പക്ഷേ അബിൽ ദേവിനെ റോബിൻ ഒരുപാട് മാനിപ്പുലേറ്റ് ചെയ്യാൻ വേണ്ടി ശ്രമിച്ചിട്ടുണ്ട്. അത് ഞാൻ ഈ അടുത്ത വെക്കാൻ പോകുന്ന ഓഡിയോ കേൾക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും എത്രമാത്രമാണ് അബിൽ ദേവിനെ റോബിൻ മാനിപ്പുലേറ്റ് ചെയ്യാൻ ശ്രമിച്ചത്, പാർട്ടിയുടെ പേര് വരെ പറഞ്ഞിട്ട്. ബാക്കി കേൾക്കാം. ഇവിടെ റോബിൻ്റെ വാക്കുകൾ ബാക്കി കേൾക്കാം. ഇവരുടെ ട്രാൻസാക്ഷൻ സ്ലിപ്പും റെസിപ്റ്റും ഇവരുടെ ട്രാൻസാക്ഷൻ ഡീറ്റെയിൽസും കാര്യങ്ങളെല്ലാം ഞാൻ പ്രിന്റ് ഔട്ട് എടുത്തിട്ടുണ്ട്. പ്രിന്റ് ഔട്ട് എടുത്തത് മാത്രമല്ല, ഇന്ന് രാവിലെ, അതായത് ഓഗസ്റ്റ് 12 രാവിലെ 11 മണിക്ക് ഇവരുടെ പ്രസ് മീറ്റ് ഉണ്ട് അല്ലെ, എറണാകുളം പ്രസ് ക്ലബ്ബിൽ വെച്ചിട്ട്. എല്ലാ മീഡിയാസും വരണം, മെയിൻ സ്ട്രീം ചാനൽസ് തൊട്ട് എല്ലാ മീഡിയാസും വരണം. അവർക്ക് എല്ലാവർക്കും ഞാൻ ഈ പറഞ്ഞ ഡോക്യുമെന്റ്സ് പ്രൊഡ്യൂസ് ചെയ്യുന്നതാണ്. അവർക്ക് ക്രോസ് ചെക്ക് ചെയ്യാം, അവർക്ക് വേണമെങ്കിൽ ബാങ്കുമായിട്ട് കണക്ട് ചെയ്യാം, ഒരു പ്രശ്നമില്ല. ഓക്കെ. അപ്പം അനന്തു അതായത് നമ്മുടെ ഡോക്ടർ ഡ്രേക്ക് എന്റെ അടുത്ത് ആദ്യമേ എനിക്ക് തോന്നുന്നു ഇനിഷ്യലി എന്റെ അടുത്ത് ചോദിച്ചിരുന്നത്, ബ്രോ എത്രയാണ് ട്രാൻസാക്ഷൻ ഉള്ളതെന്ന് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു, എടാ എനിക്ക് തോന്നുന്നു ഒരു 40-45 ഇടയ്ക്കാണെന്ന് ഞാൻ നിന്റെ അടുത്ത് പറഞ്ഞു. ഞാൻ എടുത്തിട്ട് നിനക്ക് അയച്ചുതരാം, ഡീറ്റെയിൽസ് എടുത്തിട്ട് അയച്ചുതരാമെന്ന് പറഞ്ഞു. അപ്പോൾ നീ പറഞ്ഞു, പുള്ളിക്കാരൻ ഇങ്ങനെ അബിൽ ദേവ് പറഞ്ഞു 75 ലക്ഷം രൂപ ഞാൻ കൊടുക്കാനുണ്ടെന്നുള്ള രീതിയിലാണ് പറഞ്ഞിരുന്നത്. അപ്പൊ അതിന്റെ ഡീറ്റെയിൽസ് എനിക്കൊന്ന് അയച്ചുതരണേ. എനിക്ക് ഈ പറഞ്ഞ കണക്ക് 75 ലക്ഷം രൂപ നിങ്ങൾ തന്നത് എനിക്കൊന്ന് അയച്ചുതരണേ. അപ്പൊ ടോട്ടലി മൊത്തത്തിലുള്ള ട്രാൻസാക്ഷൻ ഇവരുമായിട്ടുള്ളത് 42,53,500 രൂപയാണ്. അതിൽ ഞാൻ 43,22,500 രൂപ അങ്ങോട്ട് കൊടുത്തിട്ടുണ്ട്. ഇങ്ങോട്ട് അവർ എനിക്ക് 69,000 രൂപ തരാനുമുണ്ട്. ഓക്കെ. എന്തുകൊണ്ടാണ് റോബിൻ കഴിഞ്ഞ ദിവസം പ്രസ് മീറ്റിൽ ഇത് പ്രസന്റ് ചെയ്യാത്തത്? റോബിൻ എന്തായാലും എല്ലാം പ്രിപ്പയർ ചെയ്തിട്ടാണ് പ്രസ് മീറ്റിൽ വന്നിരുന്നത്. അപ്പോൾ ഈ പറയുന്ന കണക്കുകൾ, ഞാൻ അത്ര രൂപ മേടിച്ചു, ഞാൻ ഇത്ര രൂപ തിരിച്ചു കൊടുത്തു എന്ന് പറഞ്ഞ കണക്കുകൾ എന്തുകൊണ്ട് പ്രസ് മീറ്റിൽ പ്രസന്റ് ചെയ്തില്ല? അവിടെ റോബിൻ കുറേ ട്രാൻസാക്ഷൻ ഡീറ്റെയിൽസ് കാണിച്ചു. 5 കോടി രൂപ, പിന്നെ ഒരു അക്കൗണ്ടിൽ കൂടെ 1 കോടി രൂപയ്ക്ക് മേളിൽ ട്രാൻസാക്ഷൻ നടന്നു, ഇങ്ങനെ കാണിച്ചു. അതല്ലാതെ ഇവരുമായിട്ടുള്ള വിഷയമാണല്ലോ റോബിൻ സംസാരിക്കാനുണ്ടായിരുന്നത്. അപ്പോൾ ഇവരുമായിട്ടുള്ള ട്രാൻസാക്ഷൻ ഡീറ്റെയിൽസ് എന്തുകൊണ്ട് പ്രസിൻ്റെ മുന്നിൽ കഴിഞ്ഞ ദിവസം സബ്മിറ്റ് ചെയ്തില്ല, പകരം ഇന്ന് സബ്മിറ്റ് ചെയ്യാൻ വേണ്ടി പോകുന്നു? ഇതിനൊന്നും തെളിവുകൾ വെച്ചിട്ടില്ല എന്നുള്ളതാണ്. ആളുകളെ കൺഫ്യൂസ് ചെയ്യുന്നത് അവിടെയാണ്. ഇതിനൊന്നും ഇവരാരും തന്നെ തെളിവുകൾ വെച്ചിട്ടില്ല, വാക്കാൽ പറയുന്നുള്ളൂ. റോബിനാണെങ്കിൽ പോലും ഇവിടെ എന്തോ പേപ്പർ കയ്യിൽ വെച്ചിട്ടുണ്ട്, അത് വെച്ചിട്ട് പറയുകയാണ്, കാണിക്കുന്നില്ല.
ഇത്ര രൂപ വാങ്ങിച്ചു, ഇത്ര രൂപ കൊടുത്തു എന്ന് കാണിക്കുന്നില്ല. അത് പ്രസിൻ്റെ മുന്നിൽ കാണിക്കുമായിരിക്കും. ഇപ്പോൾ 11 മണിക്ക് പ്രസ് മീറ്റ് ഉണ്ട്, സോ ആ സമയത്ത് കാണിക്കും എന്നാണ് റോബിൻ പറയുന്നത്. നമുക്ക് അത് കഴിയുമ്പോഴേ അതിൻ്റെ ഡീറ്റെയിൽ അറിയാൻ പറ്റില്ല. എന്തായാലും ഇത് ഇനിയും മുന്നോട്ട് പോകാൻ സാധ്യതയുണ്ട്. ഇത് എന്തുകൊണ്ടാണ് സോഷ്യൽ മീഡിയ സംസാരിക്കുന്നത്? സോഷ്യൽ മീഡിയയിൽ വന്നതുകൊണ്ട് ഇവരിത് ഓരോ റീലുകളായിട്ടും എപ്പിസോഡ് ബേസ് ആയിട്ടും ഒക്കെ സംസാരിക്കുന്നു. ഞാൻ ഇന്നലെയും പറഞ്ഞു, നിങ്ങളിതൊക്കെ 1-2 വീഡിയോ കൊണ്ട് അവസാനിപ്പിക്കുക. ഇതിങ്ങനെ എന്താ പറയുക, ഡ്രാഗ് ചെയ്ത് ആൾക്കാരിങ്ങനെ ക്യൂരിയസ് ആയിട്ട് നിർത്തി ഒരു സീരിയൽ പോലെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇതൊരു അവസാനമില്ലാതെ പോയിക്കൊണ്ടിരിക്കുകയാണ്. റിയാക്ഷൻ വീഡിയോസ് ചെയ്യുന്ന ആൾക്കാരെ സംബന്ധിച്ച് കണ്ടൻറ്റാണ്, അത്രേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ ഇനി നമുക്ക് സായിയുടെ ചാനലിൽ വന്ന് സായിക്ക് അറിയാമെന്ന് പറഞ്ഞുകൊണ്ട് സായി പറയുന്ന കുറച്ച് കാര്യങ്ങൾ, അതായത് റോബിൻ ബാധ്യതയിലാണ്, കടബാധ്യതയിലാണ്, ഈ പറയുന്ന അബിൽ ദേവിന് കാശ് കൊടുക്കാനുണ്ട് എന്നാണ് സായിയും അടിവരയിട്ട് പറയുന്നത്. ഇവരെല്ലാം ഒരു അറിയുന്ന ആൾക്കാരായതുകൊണ്ട് ഇവർക്ക് അങ്ങോട്ട് അറിയാൻ പറ്റും പൈസ കൊടുക്കാനുണ്ടോ ഇല്ല, കൊടുക്കാനില്ലയോ എന്നൊക്കെയുള്ള കാര്യങ്ങൾ അറിയാൻ പറ്റും. അതുകൊണ്ട് സായി പറയുന്നത് പ്രകാരം റോബിൻ ഇപ്പോഴും അബിൽ ദേവിന് കാശ് കൊടുക്കാനുണ്ടെന്നാണ് സായിയും പറയുന്നത്. നമുക്കതൊന്ന് കേൾക്കാം. വേദലക്ഷ്മി, അബിൽ ദേവ്, കാശ് തുട്ട് മണി. അപ്പോൾ ഈ വിഷയങ്ങൾ കുറച്ച് കാലമായിട്ട് ഇങ്ങനെ സ്റ്റോറിയിൽ, വേദലക്ഷ്മിയുടെ സ്റ്റോറിയിൽ ശ്രദ്ധിച്ചവരുണ്ടാവും. വേദലക്ഷ്മി യൂസ് ടു ടാഗ് മീ ഇൻ ഹർ സ്റ്റോറീസ്, എനിത്തിങ് ഷീ പോസ്റ്റ് ഓൺ ഡോക്ടർ റോബിൻ രാധാകൃഷ്ണൻ. അന്ന് തന്നെ കുറച്ച് പേര് എനിക്ക് മെസ്സേജ് ചോദിച്ചിട്ടുണ്ടായിരുന്നു, എന്താ സായി നിന്നെ ആ പോസ്റ്റിൽ അല്ലെങ്കിൽ ആ സ്റ്റോറിയിൽ മെൻഷൻ ചെയ്യുന്നത്, നീ അത് റീമെൻഷൻ അടിച്ച കാര്യങ്ങൾ ചോദിക്കുന്നതെന്നുള്ളത്. റോബിൻ്റെ ഫിനാൻഷ്യൽ ഇഷ്യൂസ് എനിക്ക് കുറച്ചധികം കാലമായിട്ട് അറിയാം. സോ എനിക്കിതിലൊരു 1 ലൈൻ പറയണം എന്ന് ഭയങ്കര ആഗ്രഹമുണ്ട് തുടക്കത്തിൽ ഈ വീഡിയോയുടെ. നമ്മൾ കാശിൻ്റെ പ്രശ്നം വരും, ഫിനാൻഷ്യലി ഡൗൺ ആവും, പല സീനുകളും ഉണ്ടാവും. നമ്മളെക്കൊണ്ട് കടം ചോദിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് നമ്മളെ ലൈഫ് നമ്മളെ കൊണ്ടുപോകും. അതൊക്കെ ഒരു മനുഷ്യൻ്റെ അവസ്ഥയാണ്. പക്ഷെ നമുക്ക് എടുത്താൽ പൊങ്ങാത്ത വാഗ്ദാനങ്ങൾ കൊടുത്തിട്ട് നമ്മൾ കടം വാങ്ങരുത്. പിന്നെ കടം വാങ്ങുമ്പോൾ അത് കൃത്യമായി തിരിച്ചു കൊടുക്കണം. പറഞ്ഞ സമയത്തിന് ഇനി ഒരു 10 ദിവസം വിട്ടിട്ട് അങ്ങനെയൊക്കെ നമ്മൾ ഡ്രാഗ് ചെയ്യാൻ പാടുള്ളൂ. കാരണം കടം വാങ്ങുമ്പോൾ നമ്മൾ അപ്പുറത്തെ സൈഡിലുള്ള വ്യക്തിയോട് നമ്മുടെ സിറ്റുവേഷൻ പറഞ്ഞ് അത്രയും കെഞ്ചി വാങ്ങുന്നതാണ്. അയാൾ നമ്മളെ സിറ്റുവേഷൻ കണ്ട് റെസ്പെക്റ്റായിട്ട് നമുക്ക് തരുന്ന പൈസയാണ്. ആ റെസ്പെക്റ്റ് നമ്മൾ തിരിച്ചു കൊടുക്കണം. പിന്നെ ഈ പൈസ തിരിച്ചു കൊടുക്കാതെ ആകുമ്പോൾ അയാളുടെ ലൈഫിൽ, നമ്മൾ ആരെ കയ്യിൽ നിന്നാണോ കടം മേടിച്ച് അയാളുടെ ലൈഫിൽ എന്തൊക്കെ പ്രശ്നങ്ങൾ പറ്റും എന്നുള്ളത് നമ്മൾ ചിന്തിക്കും വേണം. നമ്മളൊരു സിറ്റുവേഷനിൽ ഹെൽപ്പ് ചെയ്ത ഒരാളെ കൃത്യമായ ആ പൈസ തിരിച്ചു കൊടുത്ത് അയാളോടുള്ള റെസ്പോൺസിബിലിറ്റി ഫുൾഫിൽ ചെയ്യുക എന്നുള്ളത് നമ്മുടെ റെസ്പോൺസിബിലിറ്റി ആയിട്ട് നമ്മൾ എടുക്കണമല്ലോ. റോബിൻ്റെ കേസിൽ സംഭവിച്ചത് എന്താണെന്നറിയാം. ഇത് ഞാൻ റോബിൻ ഈ വീഡിയോ കാണുകയാണെങ്കിലും റോബിനോട് ഞാൻ നേരിട്ട് ഫോണിലാണെങ്കിലും പറഞ്ഞൊരു കാര്യമുണ്ട്, എടുത്താൽ പൊങ്ങാത്ത വാഗ്ദാനങ്ങൾ കൊടുക്കരുത്. 5 ലക്ഷം തരൂ, ഞാൻ 2 ദിവസം കൊണ്ട് 5,75,000 തരാം. 2 ലക്ഷം തരൂ, ഞാൻ തിരിച്ചു വരുമ്പോൾ 2,50,000 തരാം. എനിക്ക് വട്ടിപ്പലിശയ്ക്ക് എടുത്തു തരൂ, എനിക്ക് പലിശയ്ക്ക് കിട്ടൂ. അറിയാം ഒരു മനുഷ്യൻ്റെ സിറ്റുവേഷൻ, അതെന്ത് വാട്ട് എവർ റീസണൊന്നും ഞാൻ ട്രാക്ക് ചെയ്യുന്നില്ല. പക്ഷേ ഇങ്ങനത്തെ വാഗ്ദാനങ്ങളിലൂടെ ഒരാളുടെ കയ്യിൽ നിന്ന് പൈസ മേടിച്ചാൽ, അല്ലെങ്കിൽ പലിശ എന്ന് പറഞ്ഞ സാധനം സ്വയം ഓപ്റ്റ് ചെയ്ത് തുടങ്ങിയാൽ ലൈഫ് അവിടെ തീരും. ഓക്കെ, ആൻഡ് ഇനി എൻ്റെ ലൈഫിൽ നിന്ന് ഞാൻ പഠിച്ചൊരു പാഠമാണ്. മുൻപ്, അതായത് കുറേ വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ ഒരു ആളുടെ നിന്ന് പലിശയ്ക്ക് ഒരു 10,000 രൂപ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. പലിശയും കൊടുത്ത് മുതലിൻ്റെ മേളിലും പോയി. കാരണം നമുക്ക് ഈ മുതൽ ചിലപ്പോൾ പെട്ടെന്ന് കൊടുക്കാൻ പറ്റുന്ന വരില്ല. അന്നത്തെ 10,000 രൂപയായിട്ട് ഇപ്പോഴത്തെ 10,000 രൂപ എന്ന് പറഞ്ഞാൽ നമുക്ക് ചിലപ്പം ഒരു മാസം കൂടെ കൊടുത്തെടുക്കാൻ പറ്റുമായിരിക്കും. പക്ഷേ അന്ന് 10,000 രൂപ എന്ന് പറഞ്ഞാൽ വലിയൊരു ഫിഗറായിരുന്നു. ഇന്നത്തെ 1 ലക്ഷം രൂപയുടെ അടുപ്പിച്ചുള്ളൊരു ഫിഗറായിരുന്നു. അപ്പോൾ ഈ 10,000 രൂപയ്ക്ക് മാസം 10% പലിശ വാങ്ങിച്ചുകൊണ്ടിരുന്നത്. 10,000 രൂപയ്ക്ക് 1,000 രൂപ മാസം പലിശ. 10 മാസം കഴിഞ്ഞു, 15 മാസം കഴിഞ്ഞു, ഈ മാസം 1,000 രൂപ വെച്ച് പലിശ കൊടുത്തുകൊണ്ടിരിക്കുക. പക്ഷേ അപ്പോഴും മുതൽ അവിടെ നിൽക്കുകയാണ്. നിങ്ങൾ ആലോചിച്ച് നോക്കുക, പലിശ മാത്രം കൊടുത്തുകൊണ്ടിരിക്കുന്നു. പലിശ, ഞാൻ എപ്പോഴും എല്ലാവരോടും പറഞ്ഞൊരു കാര്യമാണ്, എങ്ങനെയൊക്കെ പൈസ എടുത്താലും പലിശയ്ക്ക് മാത്രം വാങ്ങരുത്. അല്ലെങ്കിൽ പലിശയുടെ കൂടെ മുതലും കൂടെ അടഞ്ഞു പോകുന്ന രീതിക്കുള്ളതാണെങ്കിൽ ഓക്കെ. ഇപ്പോൾ 10,000 രൂപ വാങ്ങിച്ചു, 11,000 രൂപ വെച്ച് അടച്ചു കഴിഞ്ഞാൽ മാസം 1,000 രൂപ വെച്ചിട്ട് അതങ്ങ് അടഞ്ഞു പോകും. 10 മാസം കൊണ്ട് ഈ പരിപാടി രണ്ടും അങ്ങ് അവസാനിക്കും. ഈ രീതിക്കാണെങ്കിൽ ഓക്കെ. പക്ഷേ പലിശയ്ക്ക് കൊടുക്കുന്ന ആൾക്കാർ അങ്ങനെ ചെയ്യില്ല. അവർ ചെയ്യുന്ന, അവർക്ക് ലാഭം എന്താണ്? പലിശ മാത്രം കിട്ടി കൊടുത്താൽ മതി, മുതൽ എപ്പോഴെങ്കിലും തന്നാൽ മതി. ഇതാണ് അവരുടെ ലാഭം. അപ്പോൾ അതുകൊണ്ട് തന്നെ എപ്പോഴും ഞാൻ പറയാറുണ്ട്, പലിശയ്ക്ക് കൊന്നു കളഞ്ഞാൽ പോലും പലിശയ്ക്ക് പൈസ എടുക്കല്ലെന്ന് പറയാറുണ്ട്. എനിക്കറിയുന്ന ആൾക്കാരോട് ഞാൻ പറയാറുണ്ട്, കടം മേടിച്ചാലും പലിശയ്ക്ക് വാങ്ങാതിരിക്കുക. നമ്മൾ മുടിഞ്ഞു പോകും, അതിൽ ഒരു സംശയം വേണ്ട. നിങ്ങൾക്ക് ഒരുപാട് പേർക്ക് അനുഭവം ഉണ്ടാവുമായിരിക്കും, നിങ്ങൾക്ക് അറിയുന്ന ആൾക്കാർക്ക് അനുഭവം ഉണ്ടാവുമായിരിക്കും, പലിശയ്ക്ക് പൈസ എടുത്തിട്ട് തിരിച്ചു കൊടുക്കാൻ പറ്റാതെ ബുദ്ധിമുട്ടിക്കൊണ്ടിരിക്കുന്ന ആൾക്കാർ. അപ്പോൾ ഒരു കാരണവശാലും പലിശയ്ക്ക് പൈസ എടുക്കാതിരിക്കും. ഇതൊക്കെ ശരിക്കും റോബിൻ്റെ ലൈഫ് ഈ ഒരു വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് കാണുമ്പോൾ മനസ്സിലാവുന്നൊരു കാര്യം, മണി മാനേജ്മെൻറ്റിൽ വന്ന പാകപ്പെടുന്നേ ഞാൻ മനസ്സിലാക്കുന്നുള്ളൂ. പൈസ എങ്ങനെ മാനേജ് ചെയ്യാം, ഒരുപാട് കാശ്, ഇപ്പോൾ ബിഗ് ബോസിലെ ഫണ്ട്, കൊളാബറേഷൻസിൻ്റെ ഫണ്ട്, പ്രൊമോഷൻ്റെ ഫണ്ട്, അങ്ങനെ പല രീതിയിലും ഫണ്ട് വന്നപ്പോൾ എങ്ങനെ മാനേജ് ചെയ്യുമെന്ന് അറിയില്ല. കുരങ്ങൻ്റെ പൂമാലിട്ടിയ അവസ്ഥ, കയ്യിൽ നിന്ന് പോയിട്ടുണ്ടാവും. അവസാനം കടം മേടിച്ച് ലോട്ടറി അടിക്കുന്ന എല്ലാവർക്കും ഒന്നും പൈസ കയ്യിൽ നിൽക്കില്ലെന്ന് കേട്ടിട്ടുണ്ട് എന്ന് പറഞ്ഞൊരു അവസ്ഥയാണ് ഒരു പക്ഷേ റോബിന് സംഭവിച്ചതെന്ന് ഞാൻ മനസ്സിലാക്കുന്നത്. ഇത് എൻ്റെ ഒരു കാഴ്ചപ്പാടാണ് ഞാൻ പറയുന്നത്. ബാക്കിയൊക്കെ എനിക്ക് ഈ വിഷയങ്ങൾ കുറച്ചധികം കാലമായിട്ട് ആസ് യൂഷ്വലി ഇത് പറയുമ്പോൾ തന്നെ എല്ലാവരും പറയും എല്ലാ വിഷയങ്ങളും അറിയുന്ന ഒരുത്തരാണോ എന്നുള്ള ചോദ്യം വരും. ഞാൻ ഈ പണി തുടങ്ങിയിട്ട് കുറച്ച് കാലമായിരുന്നു, ഇങ്ങനെ വീഡിയോ ചെയ്യുന്നതും ഇതിനകത്തുള്ള ആളുകളെ പരിചയമുള്ളതുമായിട്ട്. സോ പല പ്രശ്നങ്ങൾ വരുമ്പോഴും പലരും എന്നോട് വിളിച്ച് സംസാരിക്കാറുണ്ട്. അപ്പോൾ കാര്യങ്ങൾ ഞാൻ അറിയാറുണ്ട്.
ഈ ഫിനാൻഷ്യൽ ഇഷ്യൂസ് ഫസ്റ്റ് റോബിൻ തന്നെയാണ് എന്നോട് ഒരു ഇത്ര എമൗണ്ടിൻ്റെ കടമുണ്ട് എനിക്ക്. ആ എമൗണ്ട് എന്ന് ഞാൻ പറയുന്നത് ഒരു ഇത്ര വലിയൊരു എമൗണ്ടിൻ്റെ കടമുണ്ട് എനിക്ക്. ഞാൻ മാസം അടച്ച് തീർത്തുകൊണ്ടിരിക്കുകയാണ്. എനിക്ക് ഒരു അറ്റം മുട്ടിക്കാൻ പറ്റുന്നില്ല. പിന്നെ ഒരു ടൈം അറിയാലോ റോബിൻ്റെ ഭയങ്കര രാജാവായി നിന്നിടത്തുനിന്ന് പറ്റ പ്രൊമോഷൻ സാധനങ്ങളൊന്നും ഇല്ലാതെ ഭയങ്കര ഡൗൺഫോൾ ഉണ്ട്. പിന്നെ രാഷ്ട്രീയത്തിൽ കയറി. സോ ഫിനാൻഷ്യൽ ബ്ലോക്ക് ഓബിയസ്ലി കാണും. പിന്നെ അമ്മയുടെ ട്രീറ്റ്മെൻറ്റും കാര്യങ്ങളും ഒക്കെ എക്സ്പെൻസീവ് ആണ്. എനിക്ക് ഉണ്ടായിട്ടുണ്ട് കേട്ടോ. ഞാൻ കൊച്ചിയിലായിരുന്ന സമയത്ത് ഒരു 6-7 മാസം വർക്കില്ലാത്തൊരവസ്ഥ ഉണ്ടായിട്ടുണ്ടായിരുന്നു. അതായത് ഒരു വർക്ക് പോലും ഇല്ല. കൊച്ചിയിലാണ് ജീവിക്കുന്നത്, ഡെയിലി ഭക്ഷണം കഴിക്കണമല്ലോ. കൊച്ചിയിൽ ജീവിക്കുന്നവർക്ക് അറിയാൻ പറ്റുമായിരിക്കും, പട്ടിണി കിടക്കണമെങ്കിൽ ഒരു മാസം 10-30,000 വേണം. ഇതാണ് അവസ്ഥ. അതായത് നമ്മുടെ ചിലവുകളെല്ലാം തീർക്കാൻ വേണ്ടി പറയുന്ന കൊടുക്കാനുള്ളവർക്ക് കൊടുക്കാനും, റെൻറ്റിനാണെങ്കിൽ റെൻറ്റ് തീർക്കാനും, കറണ്ട് ബില്ല്, വാട്ടർ ബില്ല്, അങ്ങനെ പല ചിലവുകൾ ഇതെല്ലാം കൂടെ തീർക്കാൻ തന്നെ 30,000 രൂപ ഒരു മാസം മിനിമം വേണ്ടി വരും. അതാണ് പറയുന്നത് പട്ടിണി കിടക്കാൻ വേണം 30,000 രൂപ എന്ന്. ആ ഒരു അവസ്ഥയിൽ വിത്തൗട്ട് ഇൻകം ആണെങ്കിൽ, അതായത് ഇൻകം ഇല്ലാണ്ട് നമുക്ക് ജീവിക്കേണ്ടി വരുന്ന അവസ്ഥ ഞാൻ ഒരു 6 മാസം ഞാൻ ഫേസ് ചെയ്ത ഇഷ്യൂ ആണ്. വർക്കേ ഇല്ല. ചെയ്തുകൊണ്ടിരുന്ന വർക്കുകളെല്ലാം തീർന്നു, പുതിയൊരു ക്യാരക്ടേഴ്സൊന്നും വരുന്നില്ല. അപ്പോൾ അങ്ങനെ വന്നപ്പോഴേക്കും വർക്കില്ല. എങ്ങനെ സർവൈവ് ചെയ്യും? പഴയ പേയ്മെൻറ്റുകൾ കിട്ടാനുള്ള എല്ലാം ചോദിച്ച് മേടിച്ച് അങ്ങനെ ഭാഗ്യത്തിന് അവിടെയും കടം മേടിക്കേണ്ട അവസ്ഥ വന്നിട്ടുണ്ട്. എന്നാൽ പോലും മുന്നോട്ട് പോകേണ്ട സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ പുറമേ ഉള്ളവർക്ക് അറിയില്ല നമ്മൾ എന്താണ്, നമ്മൾ എങ്ങനെയാണ് ജീവിക്കുന്നത്, നമ്മുടെ കയ്യിൽ കാശുണ്ടോ ഇല്ലയോ. ഇല്ലെങ്കിലും ഉള്ളവനെ പോലെ ജീവിക്കും. എന്നാൽ മാത്രമേ 10 രൂപ കടഞ്ഞു വെച്ചാൽ ആരും തരുള്ളൂ. നമ്മൾ പൈസ ഇല്ലാത്തപ്പം കൂറ ഡ്രസ്സ് ഇട്ട് പുറത്തിറങ്ങി പോയി കഴിഞ്ഞാൽ ആൾക്കാർ അയ്യേ ഇവൻ്റെ ഒന്നും ഉണ്ടാവില്ല കേട്ടോ എന്ന് ചിന്തിക്കും. അത് ചെയ്യില്ല. പകരം എന്ത് ചെയ്യും? ഉള്ളവനെ പോലെ കാണിക്കും. ഉള്ളവനെ പോലെ കാണിക്കണമെങ്കിൽ അറേഞ്ച് ചെയ്യേണ്ടി വരും. അപ്പോൾ ഇങ്ങനെയാണ് പല ആൾക്കാരും ജീവിക്കുന്നത്. ഇപ്പോൾ റോബിനെ സംബന്ധിച്ച് റോബിൻ ഇപ്പോൾ സായി പറഞ്ഞ പ്രകാരമാണെങ്കിൽ ഒരു സമയത്ത് വർക്കുകളില്ല, പ്രൊമോഷൻസ് ഇല്ല, കൊളാബറേഷൻസ് ഇല്ല. ഇങ്ങനെ വരുമ്പോൾ സൊസൈറ്റിയുടെ മുമ്പിൽ എന്താണ്? ഒരു സെലിബ്രിറ്റി ഇമേജാണ്. അത് മെയിൻറ്റെയിൻ ചെയ്യണമല്ലോ. സ്വാഭാവികമായിട്ടും കടം മേടിക്കും. അത് കടത്തിൻ്റെ അളവ് കൂടുമ്പോൾ എന്ത് ചെയ്യും? കയ്യിൽ നിൽക്കാതെ വരും, സമയത്തിന് കൊടുക്കാൻ പറ്റാതെ വരും. ഇങ്ങനെയാണ് സംഭവിച്ചതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ബാക്കിയേക്ക് ലൈഫ് സ്റ്റൈൽ എക്സ്പെൻസീവ് ആവും. സോ അങ്ങനത്തെ പ്രശ്നങ്ങൾ വരുമ്പോൾ പൈസ കടം വാങ്ങുന്ന ഒരു സിറ്റുവേഷനിൽ ഒരു മനുഷ്യൻ എത്തുന്നത് അൺഫോർച്ചുനേറ്റ് ആണ്. ഇപ്പോഴത്തെ വിഷയങ്ങൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അബിൽ ദേവിന് റോബിൻ പൈസ കൊടുക്കാനുണ്ട്. അതിനൊരു ചോദ്യമില്ല. ഓക്കെ, അതിന് വേറൊരു ചോദ്യം നമ്മൾ പോയിട്ട് ചോദിക്കേണ്ട കാര്യമൊന്നുമില്ല. കൊടുക്കാനുള്ളതാണ്. സായി ഇതിനകത്ത് പറഞ്ഞു വെക്കുന്നത്, ഇത് ഇന്നലത്തെ വീഡിയോ ആട്ടോ, ഇന്നലെ രാത്രി വന്ന വീഡിയോ ആണ്. ഇതിനകത്ത് പറഞ്ഞു വെക്കുന്നത് അബിൽ ദേവിന് റോബിൻ ഇപ്പോഴും കാശ് കൊടുക്കാനുണ്ടെന്നാണ് പറയുന്നത്. പക്ഷേ റോബിൻ ഇന്ന് രാവിലെ ഇട്ട വീഡിയോയ്ക്കകത്ത് 42,53,500 രൂപ വാങ്ങിച്ചു, 43,22,500 രൂപ തിരിച്ചു കൊടുത്തു, 69,000 രൂപ അബിൽ ദേവ് ആൻഡ് ടീം റോബിൻ അങ്ങോട്ട് കൊടുക്കാനുണ്ടെന്നാണ് റോബിൻ പറയുന്നത്. പക്ഷേ സായി പറയുന്ന പ്രകാരം ഇപ്പോഴും കാശ് കൊടുക്കാനുണ്ടെന്നാണ് പറയുന്നത്. ബാക്കി കൊടുക്കും എന്ന് പറഞ്ഞ സമയത്ത് കൊടുത്തിട്ടുമില്ല. ഓക്കെ, കൊടുക്കും എന്ന് പറഞ്ഞ സമയത്ത് കൊടുത്തിട്ടുമില്ല. ഇനി ഇതൊരു അബില്ല് നിൽക്കുന്ന കാര്യമാണെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ അറിവിൽ ഇതൊരു അബില്ല് നിൽക്കുന്ന കാര്യമല്ല. ഓക്കെ, ഒരുപാട് വേറെ വ്യക്തികളെ എനിക്ക് പേഴ്സണലി അറിയാം. പക്ഷെ അവരാരും പുറത്ത് വന്നിട്ടില്ല. റോബിൻ അവരുടെ പേരും പറഞ്ഞിട്ടില്ല. അതുകൊണ്ട് അതിൻ്റെയൊക്കെ ഡീൽ എന്താണെന്നുള്ളത് അവർ തമ്മിലായിക്കോട്ടെ, ഞാൻ അതും ഇങ്ങോട്ട് ട്രാക്ക് ചെയ്തില്ല. ആകെ വന്ന അബിലിൻ്റെ വിഷയം വെച്ചു, പിന്നെ ഈ BJP പൊളിറ്റിക്സിൻ്റെ സാധനം വെച്ചു, പുറത്ത് വന്ന ഡീറ്റെയിലുകളൊക്കെ വെച്ചിട്ടാണ് ഞാനിവിടെ സംസാരിക്കുന്നത്. ഫൈൻ. കാരണം എനിക്ക് ഇവിടെ ഈ വീഡിയോയിൽ സംസാരിക്കുമ്പോൾ റോബിൻ കടം വാങ്ങാനുള്ള ഒരു അവസ്ഥ, കടം വാങ്ങി പെട്ടുപോയുള്ള അവസ്ഥയൊക്കെ ഞാൻ കൺസിഡർ ചെയ്യുമ്പോഴും ഞാൻ അതിന് മുകളിൽ കൺസിഡർ ചെയ്യുന്നതെന്ന് അറിയും. ഞാൻ സമ്പാദിച്ച പൈസ ഞാൻ ഒരാൾക്ക് സഹായമായിട്ട് കൊടുത്തിട്ട് അത് ഞാൻ പോയി കെഞ്ചി മേടിക്കേണ്ട ഒരു അവസ്ഥയിലുള്ള ഒരു മനുഷ്യൻ്റെ ഒരു അവസ്ഥ ഉണ്ട്. 1-2 പൈസയല്ല. എഗെയിൻ ഞാൻ പറയുന്നു, 1-2 പൈസയല്ല, ലക്ഷക്കണക്കിന് രൂപ. ഓക്കെ, ശരിയാട്ടോ. അപ്പോൾ അത് പറഞ്ഞത് വളരെ കറക്റ്റായൊരു കാര്യമാണ്. കാരണം നമ്മളിപ്പോൾ ഒരാൾക്ക് കാശ് കൊടുത്തു. എനിക്ക് പറഞ്ഞാൽ മണ്ടത്തരമാണെന്ന് തോന്നും. ഒരു ആഡ് ഏജൻസി സ്റ്റാർട്ട് ചെയ്യാമെന്ന് പറഞ്ഞിട്ട് ഞാൻ പരിചയപ്പെട്ട ഒരാൾ, ഇയാൾ എൻ്റെ അടുത്തേക്ക് വന്നിട്ട് നമുക്കൊരു പുള്ളി ബോംബെ ബേസ്ഡ് ആണ്. അപ്പോൾ അയാൾക്കൊരു ആഡ് ഏജൻസി സ്റ്റാർട്ട് ചെയ്യാം, നമുക്ക് ഒരുമിച്ച് റൺ ചെയ്യാം. ആഡ് ഏജൻസി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുറത്തുനിന്ന് ബോംബെയിൽ നിന്ന് ഹിന്ദി ആഡ്സ് കൊണ്ടുവന്നിട്ട് അതിന് മലയാളത്തിൽ ട്രാൻസ്ലേറ്റ് ചെയ്ത് ഡബ് ചെയ്ത് അവർക്ക് കൊടുക്കുക. ഇതാണ് പരിപാടി. ഇത് ഒരുപാട് പേര് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ ഇതിന് വേണ്ടി ഒരു കമ്പനി ഫോം ചെയ്യാം. ഈ കമ്പനി ഫോം ചെയ്യാൻ വേണ്ടി അന്ന് എനിക്ക് അറിയില്ല ഇത് എന്താണ്, ഏതാണ്, എങ്ങനെയാണ്, ഇതൊന്നും നമുക്ക് ഒരു ഐഡിയ ഇല്ല. അപ്പോൾ ഇയാൾ പറഞ്ഞതിൻ്റെ ബേസിൽ ഇയാളെ വിശ്വസിച്ചുകൊണ്ട് എന്താണ് ഈ കമ്പനി ഫോം ചെയ്യാമെന്ന് പറഞ്ഞിട്ട് ഇയാൾ രജിസ്ട്രേഷൻ എന്ന് പറഞ്ഞാൽ എൻ്റെ കയ്യിൽ നിന്നൊരു 6,000 രൂപ മേടിച്ചു. രജിസ്ട്രേഷന് വേണ്ടി മാത്രമായിട്ട് ഈ 6,000 രൂപ കൊടുത്തു. അത് കഴിഞ്ഞൊരു 2 ആഴ്ച കഴിഞ്ഞപ്പോൾ പുള്ളി എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, അതിനിടയ്ക്ക് എല്ലാം കോൺടാക്റ്റ് ഉണ്ട്, ഇതിൻ്റെ കാര്യമെല്ലാം പേപ്പർ വർക്കെല്ലാം നടക്കുന്നുണ്ടെന്നൊക്കെ പറയുന്നുണ്ട്. അതിനുശേഷം 2 ആഴ്ച കഴിഞ്ഞ് പുള്ളി എന്നെ വിളിച്ച് പറഞ്ഞു, എനിക്കൊരു 15,000 രൂപ വേണം അത്യാവശ്യമായിട്ട്. എൻ്റെ അച്ഛൻ ഹോസ്പിറ്റലൈസ്ഡ് ആണ്, അച്ഛനെ ഡിസ്ചാർജായി, പക്ഷേ 15,000 രൂപയുടെ കുറവുണ്ട്, ആൾ ക്യാൻസർ പേഷ്യൻ്റാണ്, 15,000 രൂപയുടെ കുറവുണ്ട്, സോ എന്ന് ഹെൽപ്പ് ചെയ്യാൻ പറ്റുമെന്ന് ചോദിച്ചു. അപ്പോൾ എൻ്റെ കയ്യിലാണെങ്കിൽ അന്ന് കാശില്ലായിരിക്കുകയാണ്. ഞാനെന്ത് ചെയ്തു? എൻ്റെ പൊട്ടബുദ്ധിക്ക് ഞാൻ എൻ്റെ ഫ്രണ്ടിൻ്റെ കയ്യിൽ നിന്ന് മാല മേടിച്ച് പ്ലഡ് ചെയ്ത് ഇയാൾക്ക് പൈസ കൊടുത്തു. നമ്മൾ നോക്കുമ്പോൾ എന്താണ്, നമ്മുടെ പാർട്ട്ണർ ആവാൻ പോകുന്ന ഒരാൾ ഒരു 6,000 രൂപ ആൾറെഡി കൊടുത്തിട്ടുണ്ട്, ആൾ അതിൻ്റെ പേപ്പർ വർക്കൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണെന്നാണ് പറഞ്ഞത്. അപ്പോൾ ഇങ്ങനെ ഒരു അച്ഛൻ്റെ കേസും കൂടെ, അച്ഛൻ എന്നുള്ളൊരു വാക്കും കൂടെ പറഞ്ഞല്ലോ. അപ്പോൾ നമുക്ക് സെൻറ്റിമെൻറ്റ്സ് വർക്കൗട്ടായി. അങ്ങനെ ഈ 15,000 രൂപ ഇയാൾക്ക് കൊടുത്തു. ഇയാൾ 1 മാസം അവധി പറഞ്ഞാൽ മേടിച്ചത്. ഇന്ന് ഏകദേശം 5 വർഷമായി ഞാൻ ആ 15ഉം 6ഉം 21,000 രൂപ എൻ്റെ കണ്ണിൽ ഞാൻ കണ്ടിട്ടില്ല. അയാൾ തന്നിട്ടില്ല. 1 വർഷം 1.5 വർഷമൊക്കെ ഞാൻ പുറകെ നടന്നു. ഇതുപോലെ ഈ സായി പറഞ്ഞ പോലെ കെഞ്ചി എനിക്ക് എങ്ങനെയും പൈസ താ, കാരണം എനിക്ക് ആ മാല എടുത്തു കൊടുക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് ലാസ്റ്റ് ഞാൻ ആ മാല എടുത്തു കൊടുത്തു. അത് വേറെ കാര്യം. ഇല്ലെങ്കിൽ ഞാനും ആ സുഹൃത്തുമായിട്ടുള്ള ഫ്രണ്ട്ഷിപ്പ് അവിടെ ബ്രേക്ക് ആവുമായിരുന്നു.
അതുകൊണ്ട് ആ സമയത്ത് തന്നെ ഞാൻ ആ മാല എടുത്തു കൊടുത്തു. പക്ഷേ ഈ 21,000 രൂപ ഇപ്പോഴും എനിക്ക് കിട്ടിയിട്ട് ഞാൻ ആ ആളുമായിട്ടുള്ള കോൺടാക്ട് വിട്ടു. കാരണം ഇനി ആളുമായിട്ട് കോൺടാക്ട് വെച്ചാൽ ശരിയാവത്തില്ല. നാണക്കേട് നമുക്കുണ്ടല്ലോ, ഈ ചോദിക്കുന്നവർക്കൊരു നാണക്കേടുണ്ടല്ലോ. അത് കഴിഞ്ഞിട്ട് ഞാൻ ആ പൈസ വിട്ടു. ഇങ്ങനെ കെഞ്ചുന്നൊരവസ്ഥയുണ്ട് നമുക്ക്. നമ്മളെ കയ്യിലുള്ള കാശ് കൊടുത്തിട്ട് അവരോട് അവർ നമുക്ക് കടം തന്നതുപോലെ അല്ലെങ്കിൽ നമ്മളെ സഹായിച്ചതുപോലെ നമ്മൾ അവരെ മറ്റേ കാല് പിടിച്ച് നിൽക്കേണ്ടി വരുന്നൊരവസ്ഥ പൈസ ചോദിച്ചുകൊണ്ട്. ഇനി പലരും പറയാറുണ്ട് നിയമപരമായിട്ട് പോയിക്കൂടെ, പോലീസ് സ്റ്റേഷനിൽ പോയിക്കൂടെ. പോലീസ് സ്റ്റേഷനിൽ പോയി ഈ വിഷയമായിട്ട് ഞാൻ ഇന്നലെ പറഞ്ഞ എൻ്റെ വീഡിയോക്കകത്ത് ഈ വിഷയമായിട്ട് ബന്ധപ്പെട്ട് ഞാൻ പോലീസ് സ്റ്റേഷനിൽ പോയി. പാലാരുടെ പോലീസ് സ്റ്റേഷനിൽ പോയി കംപ്ലയിൻറ്റ് കൊടുത്തപ്പോൾ പോലീസുകാർ അയാൾ വിളിച്ചു, ഇങ്ങനെ ഒരു കംപ്ലയിൻറ്റ് നിങ്ങളുടെ പേരിൽ വന്നിട്ടുണ്ട്, നിങ്ങൾ നാളെ ഇവിടെ എത്ര മണിക്ക് വരണം. സാർ നാളെ എനിക്ക് വരാൻ പറ്റത്തില്ല, ഞാൻ ബോംബെയിലാണ്. എന്നാൽ എന്ന് വരാൻ പറ്റും, ഇന്ന ഡേറ്റിന് വരാം. അയാൾ വന്നില്ല. പോലീസുകാർ പറയുന്നത് അയാൾ വന്നാൽ നമുക്ക് സംസാരിക്കാം എന്നുള്ളത് മാത്രമേ ഉള്ളൂ, വേറെ ഒന്നും ചെയ്യാൻ പറ്റില്ല. അവർ പറയും കോടതി വഴി പോകാൻ പറയും. കോടതി വഴി പോകുമ്പോൾ എന്താ സംഭവിക്കുക? ഇത് കാലങ്ങളെടുക്കും തീരാനായിട്ട്. ആ കാലം അത്രയും അഡ്വക്കേറ്റിന് 1,000-500 ആയിട്ട് അഡ്വക്കേറ്റിന് കാശ് കൊടുക്കണം. ആദ്യം ഈ പറയുന്ന പേപ്പർ ഇടാൻ വേണ്ടി കാശ് കൊടുക്കണം. അത് കഴിഞ്ഞിട്ട് അപ്പം നമ്മൾ കൊടുത്ത് 24,000 രൂപയാണെങ്കിൽ അതിൻ്റെ എത്രയോ ഇരട്ടി നമുക്ക് ചിലവ് വരും. ഇതൊക്കെയാണ് അവസ്ഥ എന്ന് പറയുന്നത്. ഇവിടെ പക്ഷേ ലക്ഷങ്ങളുടെ കാര്യമാണ് ഇവർ തമ്മിലുള്ള ഡീൽ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി നമുക്ക് കുറച്ച് ഓഡിയോ റെക്കോർഡ്സാണ് കേൾക്കാനുള്ളത്. സായിയുടെ ചാനലിൽ തന്നെ വന്നതാണ്. സായി അബിൽദേവും ഈ പറയുന്ന റോബിനുമായിട്ടുള്ള കോൾ റെക്കോർഡാണ്. ഇതിനകത്ത് റോബിൻ എങ്ങനെയൊക്കെയാണ് ഈ അബിൽദേവിനെ പറഞ്ഞ് പിടിച്ചു നിർത്താൻ ശ്രമിക്കുന്നത്. ചില ആൾക്കാരുടെ കഴിവാണ് മറ്റൊരാളെ കൺവിൻസ് ചെയ്ത് പിടിച്ചു നിർത്തുക എന്നുള്ളത്. അത് എങ്ങനെയൊക്കെയാണ് റോബിൻ ഇവിടെ ശ്രമിക്കുന്നതിന് വേണ്ടി എന്നാണ് സായി ആ ഓഡിയോ കൂടി നമുക്ക് മുന്നിൽ കാണിച്ചു തന്നത്. ഞാൻ ആ ഓഡിയോ ഒന്ന് പ്ലേ ചെയ്യാം. സന്തോഷപരമായിട്ടൊരു കാര്യം പറഞ്ഞോട്ടെ. എന്റെ കുഞ്ഞു ബ്രോ ഫണ്ടുകൾ വരുന്നുണ്ട്. എനിക്ക് നിന്റെ പ്രവീൺ എന്ന് പറഞ്ഞാൽ ഈ പ്രവീൺ അടക്കം ഞങ്ങൾ എന്തൊക്കെ സംസാരിച്ചിട്ടുണ്ട് എന്ന് പോലും എനിക്കറിയാം. ഇതിനകത്ത് ഒരു കാര്യം ഞാൻ ആദ്യമേ പറയട്ടെ. റോബിൻ കഴിഞ്ഞ ദിവസം പ്രസ് മീറ്റ് പറയുന്നുണ്ടായിരുന്നു, ഈ അബിൽദേവ്, വേദലക്ഷ്മി ആൻഡ് ടീം ഇവർ റോബിന് രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങിയ സമയത്ത് റോബിന് ഫണ്ടുകൾ ഇങ്ങോട്ട് കിട്ടുമെന്ന് ഇവർക്കറിയാമായിരുന്നു. അവരതുകൊണ്ടാണ് റോബിനെ ട്രാപ്പിലാക്കാൻ വേണ്ടി ശ്രമിച്ചതെന്നാണ് റോബിൻ പ്രസ് മീറ്റിൽ സംസാരിച്ചത്. പക്ഷേ ഈ ഓഡിയോ കേൾക്കുമ്പോൾ മനസ്സിലാവും അതങ്ങനെയല്ല. റോബിൻ തന്നെ അങ്ങോട്ട് പറയുകയാണ്, ഇപ്പോൾ പറഞ്ഞു വരുന്ന കാര്യം അതാണ്. റോബിൻ തന്നെ അങ്ങോട്ട് പറയുകയാണ്, എനിക്ക് ഫണ്ടുകൾ വരാനുണ്ട്, ഞാനിപ്പോൾ പാർട്ടിക്കാരനാണ്, ഞാനിപ്പോൾ BJP പ്രവർത്തകനാണ്, ഞാനിപ്പോൾ BJP കാരനാണ്, ഞാൻ BJP കാൻഡിഡേറ്റ് ആണ്, സോ എനിക്ക് കാശ് ഇങ്ങോട്ട് വരാനുണ്ട്, അതുകൊണ്ട് നിങ്ങളുടെ ഫണ്ട് ഞാൻ ഇത്ര ദിവസത്തിനകം തരാം എന്നൊക്കെയുള്ള ലെവലിലാണ് റോബിൻ പറഞ്ഞ് കൺവിൻസ് ചെയ്യാൻ ശ്രമിക്കുന്നത്. നമുക്ക് അതാണ് ഇനി അങ്ങോട്ട് കേൾക്കാനുള്ളത്. കേൾക്കാം. കാര്യങ്ങളോ അങ്ങോട്ട് ഇങ്ങോട്ട് എന്നുള്ള അതെല്ലാം വിട്. ഞാൻ പറഞ്ഞു വെച്ചാൽ ഞാൻ മാർക്കറ്റ് നിയോജക മണ്ഡലത്തിൽ എന്ത് ചെയ്യാണ് നിൽക്കുകയാണ്. ഈ 15-ാം തീയതി ആകുമ്പോഴത്തേക്കും എന്റെ പേര് 15-ാം തീയതി 20-ാം തീയതിക്ക് ഒന്ന് ബി-ക്ലാസ് മണ്ഡലത്തിന്റെ മറ്റൊരു പേര് അനൗൺസ് എന്റെ പേര് അനൗൺസ് ചെയ്യാം. നിങ്ങൾക്ക് അറിഞ്ഞൂടാ, അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. ഞാനൊക്കെ കേട്ടതാണ്. പല ആൾക്കാരും അത് അങ്ങോട്ട് പറഞ്ഞു. അത് എന്നേ ഞാൻ കേൾക്കുന്നുണ്ട്. നീ നോക്ക്, നീ ഈ സാധനം ഇടുന്നതിന്റെ മുമ്പേ, നീ നിന്നെ രാജീവ് ചന്ദ്രശേഖർ നിന്റെ ഷോൾ ഇടുന്നതിന് മുമ്പേ നിനക്ക് വിഴിഞ്ഞം കിട്ടുന്നൊക്കെ പറഞ്ഞിട്ട് ഓരോ ആൾക്കാർ ആരാ വഴിയാണോ പറഞ്ഞത് ഒരുത്തരോട് പറയും, അവൻ എന്നെ വിളിച്ച് പറഞ്ഞിട്ടൊക്കെ ഞാനിത് അറിഞ്ഞിട്ടുണ്ട്. നീ ഓരോരുത്തർ ഡെയിലി വിളിക്കുന്ന കഥകൾ പോലും എനിക്കിത് ഇങ്ങനെ വിളിക്കുമ്പോൾ എന്നോട് പറയുമ്പോൾ ഞാൻ ഇങ്ങനെ വിളിച്ചു. ഞാനങ്ങോട്ട് വിളിക്കുന്നതിൽ എന്താ പ്രശ്നം? അല്ല, ഞാൻ വിളിച്ചാലും എനിക്കതല്ല, ഞാൻ അതൊക്കെ കേട്ടിട്ട് എന്നെ സംബന്ധിച്ച് ഇപ്പൊ വർക്കല നിനക്ക് കിട്ടി, എന്നെ സംബന്ധിച്ചത് കിട്ടിയാലും ഒരു കുഴപ്പമില്ല, കിട്ടിയിട്ടില്ലെങ്കിലും ഒരു കുഴപ്പമില്ല. ഞാൻ ദൈവത്തോട് പ്രാർത്ഥിച്ച നിനക്ക് കിട്ടട്ടെ, നിനക്ക് പൈസ വരട്ടെ, എന്റെ പൈസ സെറ്റിൽ ആവട്ടെ. പ്രവീണിന്റെ അടുത്ത് ചോദിക്കുക, നീ പറഞ്ഞ പ്രവീണിന്റെ അടുത്ത് ചോദിക്കുക. പ്രവീണ ഞാൻ പറയട്ടെ ഒരു കാര്യം പറയട്ടെ ബ്രോ, ഇത് ആദ്യം ഡിസ്കസ് ചെയ്ത് നിങ്ങളുടെ അടുത്താണ് ഈ സംഭവം. റോബിനെ ഒബ്വിയസ്ലി അത് കിട്ടുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് അറിയാം, കാര്യങ്ങൾ നിങ്ങൾക്ക് അറിയാലോ, ഏതൊക്കെ രീതിയിൽ എങ്ങനെയാണ് അത് നല്ല രീതിയിൽ വരുന്നത് ഇങ്ങനെ വരാന്നാണല്ലോ പറയുന്നത്. ഞാൻ പറയുന്നത് നിനക്ക് എനിക്കിപ്പോ എന്റെ ഫണ്ട് ഇമ്മീഡിയറ്റ് ഞാൻ നിക്കക്കള്ളില്ലാതെ ഞാൻ ബ്രോ ഞാനൊരു കാര്യം എനിക്ക് ഇനി നീട്ടാൻ ഫണ്ട് ഞാൻ പറഞ്ഞേ ആ ഫണ്ടിന്റെ കാര്യത്തിലേക്ക് പോവാ. നീ മറ്റുള്ള കാര്യങ്ങൾ നിനക്ക് ഇനിയിപ്പോ BJP നിന്നാൽ നാളെ നിങ്ങൾക്ക് കോടികൾ കിട്ടിയായിരിക്കും. എന്നെ സംബന്ധിച്ച് അതൊന്നും ഒരു വിഷയമുള്ള കാര്യമില്ല. എക്സാക്ട്ലി ഞാൻ പറഞ്ഞത് നിങ്ങൾ ഇതുവരെ വെയിറ്റ് ചെയ്തില്ലേ? ഇനി എന്ത് എവിടെ വെയിറ്റ് ചെയ്യാനോ നീ പറയുന്നത്? ഇനി ഒരു മുന്നോട്ടേക്ക് സ്റ്റെപ്പിനില്ല റോബിനെ. എന്റെ പൊന്നു ബ്രോ, ഞാനൊരു കാര്യം പറഞ്ഞോട്ടെ നിങ്ങളടുത്ത്. ഇത് സെറ്റിൽ ചെയ്യുന്ന കാര്യമാണ് ഞാൻ പറഞ്ഞത്. അതെല്ലാം വിടും, ഇനി ആരും വേണ്ട. ഞാൻ എന്റെ കാര്യം ഞാൻ പറയാം. ഇന്ന് ഈവനിങ് എനിക്കൊരു മീറ്റിംഗ് ഉണ്ട്. ഇന്ന് ഈവനിങ് എനിക്കൊരു മീറ്റിംഗ് ഉണ്ട് ഇവിടെ കൊച്ചിയിൽ. ആ മീറ്റിംഗ് ചെയ്യുമ്പോൾ ഞാൻ കറക്റ്റ് ഒരു ഡേറ്റ് പറയും, കറക്റ്റ് ഒരു ഡേറ്റ്. ഓക്കെ, ആ ഡേറ്റിന് അത് ഞാൻ പറയുന്ന ഡേറ്റ് എന്ന് പറഞ്ഞാൽ അതിന്റെ തലേ ദിവസം എനിക്ക് ഫണ്ട് കിട്ടും. അത് കഴിഞ്ഞിട്ടുള്ള ഒരു ഡേറ്റ് ആയിരിക്കും ഞാൻ നിങ്ങളുടെ അടുത്ത് പറയുന്നത്. നിങ്ങളുടെ അക്കൗണ്ട് ഡീറ്റെയിൽസ് എനിക്ക് അയച്ചിട്ടേക്കുക. അന്നത്തെ ദിവസം ഞാൻ പറയുന്ന ഡേറ്റ്, അതിൽ ഒരു മാറ്റവും ഇല്ലാത്ത ഒരു ഡേറ്റ്. ഇലക്ഷൻ കഴിയാനും വിടൂല, ഇലക്ഷന്റെ മുമ്പേക്ക് ഞാൻ വിടൂലേ. നിങ്ങൾക്ക് മനസ്സിലാവില്ല മനുഷ്യ. കണ്ടല്ലോ, കയ്യിലുള്ള പൈസയും കൊടുത്തിട്ട് പുറകെ നടന്ന് കെഞ്ചേണ്ട ഒരു അവസ്ഥ. റോബിൻ അവിടെ കൺവിൻസ് ചെയ്യാൻ ശ്രമിക്കുകയാണ്, എനിക്ക് ഇന്ന് പൈസ കിട്ടും, എനിക്ക് പൈസ കിട്ടും, ഇന്ന് വൈകുന്നേരം മീറ്റിംഗ് ഉണ്ട്, അവിടെ എഗ്രിമെൻ്റ് എടുത്ത് ഇങ്ങനെ പറഞ്ഞ് കൺവിൻസ് ചെയ്യാൻ ശ്രമിക്കുവാണ്. കയ്യിലുള്ള പൈസ
അങ്ങോട്ട് കൊടുത്തത്. അത് ഏത് പൈസ എന്നുള്ളതല്ല, കൈനീട്ട് വാങ്ങിച്ചോ, അത് സമയത്തിന് കൊടുക്കാൻ പറ്റിയില്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് ഒരു ഡേറ്റ്, ഇത്ര ഡേറ്റിന് ഇന്ന ഡേറ്റിന് ഞാൻ ആ കാശ് തിരിച്ചു തരും, ആ ഡേറ്റിന് നമ്മൾ കൊടുത്തിരിക്കണം. അതാണ് മാന്യത. കാര്യം നമ്മളൊരു അപകടത്തിൽ, നമ്മളൊരു ആപത്തിൽ സഹായിച്ചൊരു വ്യക്തിക്ക്, അയാളിപ്പം സായി ഈ വീഡിയോയ്ക്കകത്ത് പറയുന്നുണ്ട്, ഈ അബിൽദേവിൻ്റെ കുഞ്ഞിന് സുഖമില്ലാതിരുന്ന സമയത്ത് പോലും റോബിനെ വിളിച്ച് കാശ് ചോദിച്ചിട്ടുണ്ട് ഈ അത്യാവശ്യം പറഞ്ഞിട്ട്. അപ്പോഴും റോബിൻ കൊടുത്തിട്ടില്ലെന്നാണ് പറയുന്നത്. വാങ്ങിച്ചാൽ കൊടുക്കണം എങ്കിൽ മാത്രമേ നമുക്ക് നാളെ വീണ്ടും ചോദിക്കാൻ പറ്റുള്ളൂ. ഇപ്പോൾ ഈ ഒരു അവസ്ഥയിൽ റോബിനെ ഇത്രയും ഈ വീഡിയോസ് എല്ലാം കണ്ടതിൻ്റെ ബേസിൽ ഇനി ആരെങ്കിലും റോബിനെ സഹായിക്കാൻ തോന്നുന്നുണ്ടോ? റോബിന് എത്ര ബുദ്ധിമുട്ട് വരുന്ന സമയത്താണെങ്കിലും ആരോടെങ്കിലും കാശ് ചോദിച്ചാൽ കൊടുക്കും തോന്നുന്നുണ്ടോ? കാരണം കൊടുത്തു കഴിഞ്ഞാൽ തിരിച്ചു കിട്ടില്ല എന്നുള്ളതാണ് ഇതിൽ നിന്നൊക്കെ മനസ്സിലാക്കാൻ പറ്റുന്നൊരു കാര്യം. പിന്നെ അബിൽദേവിന് ഇവിടെ നിന്ന് ഇത്രയും കാശ്, അത് അയാളുടെ ബിസിനസ്സോ എന്തോ വോട്ടെവർ, അതെന്തോ തന്നെ ആയിക്കോട്ടെ, അത് അവർ പ്രൂവ് ചെയ്യേണ്ട കാര്യമാണ്. എവിടെ നിന്നാണ് ഈ ഫണ്ട്, ഏത് ഫണ്ടാണെന്നൊക്കെ അവർ പ്രൂവ് ചെയ്യേണ്ട കാര്യമാണ്, നമ്മുടെ വിഷയമല്ല. പക്ഷേ ഇവിടെ റോബിൻ്റെ വിഷയം, റോബിൻ വാങ്ങിച്ചിട്ട് കൊടുത്തില്ല എന്നുള്ളതാണ്. ഇന്ന് രാവിലെ റോബിൻ പറയുന്നു, ഞാൻ എല്ലാം കൊടുത്തു കഴിഞ്ഞു, എനിക്ക് 69,000 ഇങ്ങോട്ടാണ് തരാനുള്ളത്. ഇതൊക്കെ ഇന്ന് തെളിയിക്കേണ്ട വിഷയങ്ങളാണ്. ബാക്കി കേൾക്കാം. ഒരു മിനിറ്റ് 10 ദിവസത്തിലുള്ള ഡേറ്റ് ആണ് പറയാൻ പോകുന്നത്. 10 ദിവസത്തിലുള്ള ഡേറ്റ്, 10 ദിവസം, 10 days. ഓൾറെഡി ഞാൻ പറഞ്ഞ ദിവസം ഒരു ആഴ്ച ഉണ്ട്. 10 ദിവസത്തിൽ പറയുന്ന ഒരു ഡേറ്റ് എന്ന് വെച്ചാൽ ഇത് കേൾക്കുമ്പോൾ എനിക്ക് മനസ്സിലാവുന്ന കാര്യം എന്താ പറയുക, ഈ കഴുതയെ കൊണ്ട് പണിയെടുപ്പിക്കാൻ വേണ്ടി യജമാനന്മാർ പണ്ട് ഒരു പരിപാടി ചെയ്യുമായിരുന്നു. ഇത് കഥയെ കേട്ടൊരു കാര്യമാണ്. ഈ കഴുതയുടെ മുന്നിൽ, കഴുതയുടെ പുറത്ത് ഒരു കമ്പ് വെച്ച് കെട്ടിയിട്ട് ആ കമ്പിൻ്റെ അറ്റത്ത് ഒരു ഭക്ഷണ സാധനം ഇങ്ങനെ തൂക്കിയിടും. കഴുത ഇങ്ങനെ ഈ സാധനം എടുക്കാൻ വേണ്ടി ഓടും. വിശന്നിരിക്കുവാണല്ലോ, ഭക്ഷണം കഴിക്കാൻ വേണ്ടി ഓടണം. അപ്പോൾ ഭക്ഷണം ഇതായതുകൊണ്ട് ഇതെടുക്കാൻ വേണ്ടി ഇങ്ങനെ മുന്നോട്ട് കുതിച്ചുകൊണ്ടിരിക്കും. എന്ന് പറഞ്ഞ പോലെ റോബിൻ ഇവിടെ നിൽക്ക് ഞാൻ അത് പറയാൻ പോകുന്നു, ഞാൻ ഇപ്പോൾ പറയും എന്നും പറഞ്ഞ് ഡേറ്റ് പറയാൻ വേണ്ടി ശ്രമിക്കുന്നത്. ഒരു ഡേറ്റ് പറയാൻ നോക്കുകയാണ്. അപ്പോൾ ആദ്യം 10 ദിവസം, പിന്നെ ഒരാഴ്ച. ഒരു വ്യക്തിയെ എങ്ങനെയൊക്കെ കൺവിൻസ് ചെയ്യാൻ ശ്രമിക്കുന്നു, മാനിപ്പുലേറ്റ് ചെയ്യാൻ ശ്രമിക്കുന്നു, അല്ലെങ്കിൽ അയാളെ ഒന്ന് പിടിച്ചു നിർത്താൻ ശ്രമിക്കുന്നു. ഒരു മനുഷ്യൻ്റെ സാഹചര്യം എന്നാണെങ്കിൽ പറയാം. പക്ഷെ ഇത് സാഹചര്യമല്ല. ഇത് ഒരു ഡേറ്റ് പറയാൻ റോബിന് പറ്റുന്നില്ല. എപ്പോൾ കിട്ടുന്ന റോബിന് ഉറപ്പില്ല. അഖിൽ മാരാർ കഴിഞ്ഞ ദിവസം ഒരു സ്റ്റോറി ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇതിനിടയിൽ കൂടി പുള്ളിക്കും കൂടെ കുത്തിക്കയറ്റി. മാരാറോട് 1,00,000 രൂപ ചോദിച്ചു, 1,10,000 രൂപയായിട്ടോ 1,50,000 രൂപയായിട്ടോ എന്തോ ഒരാഴ്ചക്ക് തിരിച്ചു തരാമെന്ന് പറഞ്ഞിട്ട് റോബിൻ ചോദിച്ചെന്ന് പറഞ്ഞിട്ട്, അത് കൊടുത്തിരുന്നുവെങ്കിൽ ഞാനിപ്പോൾ പലരുടെ സ്റ്റേഷനിലേക്ക് ഇറങ്ങി വന്നേനെന്ന് പറഞ്ഞിട്ട് മാരാർ ഒരു എന്താണ് സ്റ്റോറി ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പം പല ആൾക്കാരും, ഇപ്പോൾ സായി ഇതിനകത്ത് പറയുന്നുണ്ട്, പല ആൾക്കാരുടെ റോബിൻ കാശ് മേടിച്ചിട്ടുണ്ട്. അതിൽ ഒരാൾ മാത്രമാണ് ഇപ്പോൾ പുറത്തു വന്നിട്ടുള്ളത്, അല്ലെങ്കിൽ ഒരു ടീം മാത്രമാണ് പുറത്തു വന്നിട്ടുള്ളത്. ബാക്കി ഇനി ഒരുപാട് പേര് വരാനുണ്ടെന്നാണ് പറയുന്നത്. ഇത് എവിടെ ചെന്ന് അവസാനിക്കുന്ന ഒരു ഐഡിയ ഇല്ല. ബാക്കി കേൾക്കാം. പറയുന്ന ആ ഡേറ്റ്, എനിക്ക് ആ ഡേറ്റ് ഇപ്പൊ ഈ മീറ്റിംഗ് ഒന്ന് കഴിഞ്ഞാൽ ആ ഡേറ്റ് എടുത്തു കഴിഞ്ഞാൽ സത്യം പറഞ്ഞാൽ എനിക്ക് അത്യാവശ്യം ഫണ്ട് എല്ലാ രീതിയിലും കിട്ടും. അപ്പൊ അത് ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് ഇലക്ഷന് വേണ്ടി ചെലവ് ചെയ്യാനുള്ള ഫണ്ടാണ്. ഇലക്ഷന് വേണ്ടി നിന്റെ കയ്യിലേക്ക് എങ്ങനെ ഇലക്ഷൻ ഫണ്ട് വരിക? എനിക്ക് തോന്നുന്നുണ്ടോ നിന്റെ കയ്യിൽ ഇലക്ഷൻ ഫണ്ട് വരുന്നു? പാർട്ടി ഫണ്ട് അല്ല. ഒന്നും പറഞ്ഞ മനസ്സിലാക്കാൻ പറ്റില്ല. എനിക്കത് പറയാൻ പറ്റില്ല, ഫോണിലൂടെ പറയാൻ പറ്റില്ല. റോബിൻ അങ്ങോട്ടാണോ പറയുന്നത്, ഇലക്ഷൻ ചിലവാക്കാൻ വേണ്ടി ഫണ്ട് വരുന്നുണ്ട് എന്നിട്ട് പറയുന്നത് പാർട്ടി ഫണ്ടല്ല. റോബിൻ അങ്ങോട്ട് പറഞ്ഞ കാര്യമാണ് ഇത്. അബിൽദേവ് ഇങ്ങോട്ട് പറഞ്ഞ കാര്യമൊന്നല്ല. പക്ഷേ റോബിൻ കഴിഞ്ഞ ദിവസം പ്രസ് മീറ്റ് പറഞ്ഞെന്താണ്, റോബിന് ഫണ്ട് വരുമെന്ന് മനസ്സിലാക്കിക്കൊണ്ട് ഇവർ റോബിനെ ട്രാപ്പിലാക്കിയതാണ്. എന്താണിത്? എന്താ കേൾക്കുന്നത്? തെളിവുകളാണ് സംസാരിക്കുന്നത്, നമ്മളല്ല. ഇത് റോബിൻ്റെ, ഇത് സായി ഇതിനകത്തും പറയുന്നുണ്ട്, ഇത് എ ആണെന്ന് പറഞ്ഞ് വരുമെന്ന് ചോദിച്ചിട്ട്. ഇപ്പം എല്ലാം അതിൻ്റെ കാലം, എയുടെ കാലമാണല്ലോ. തുമ്മിയാൽ അത് എ ആണ് എന്ന് പറയുന്നില്ല. ബാക്കി കേൾക്കാം. അതൊന്നും പറയാനും പറ്റില്ല, ഒന്നും പറയത്തില്ല. എനിക്ക് പറയണമെന്നില്ലടോ. ഞാൻ എന്തിനു പറയുന്നത്? ഞാനൊരു പൊളിറ്റീഷ്യൻ, അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. ഞാൻ നിന്റെ അറിവ് വെച്ചിട്ട് ഞാൻ ചോദിച്ചത് പാർട്ടി ഫണ്ട് എങ്ങനെ നിന്റെ കയ്യിൽ വരാന്ന് ഞാൻ ചോദിച്ചത്. ഞാൻ നമ്മുടെ പാർട്ടി ഫണ്ട് എന്ന് പറഞ്ഞു, പാർട്ടി ഫണ്ട് എന്നാണോ പറഞ്ഞത്? എനിക്കിന്നൊരു മീറ്റിംഗ് ഉണ്ടെന്നല്ലേ പറഞ്ഞു. അത് ആരും ഇലക്ഷന് ചിലവാക്കാൻ പാർട്ടിയല്ലേ ഫണ്ട് കൊടുക്കുന്നത്, അത് പുറത്തുനിന്ന് ആൾക്കാരാണ്. ഇതൊക്കെ എന്തോ ശരിക്കും പൊളിറ്റീഷ്യൻസ് കാശുണ്ടാക്കാൻ വേണ്ടി മാത്രമായിട്ട് ആണ് ഈ രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങുന്നത് എനിക്ക് തോന്നുന്നു. പുതിയ ആൾക്കാർ ഇറങ്ങുന്ന ആൾക്കാർ ഇലക്ഷന് മുടക്കാൻ വേണ്ടി അല്ലെങ്കിൽ ഇലക്ഷൻ പ്രചരണം അല്ലെങ്കിൽ അതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് വേണ്ടി അല്ലെങ്കിൽ പിന്നെ എവിടുന്ന് അത് പാർട്ടി ഫണ്ട് അല്ലെങ്കിൽ പിന്നെ എവിടുന്ന ഫണ്ട് വരുന്നത്? പുറത്തുള്ള ആൾക്കാർ കൊടുക്കുമോ? വേറെ ബിസിനസ്സുകാർ ആരെങ്കിലും ഹെൽപ്പ് ചെയ്യുമോ? എന്താണ് റോബിൻ പറയുന്നത്? മനസ്സിലാവുന്നില്ല. പാർട്ടി ഫണ്ട് അല്ലെന്ന്, പാർട്ടി ഫണ്ടാണെന്ന് ഞാൻ പറഞ്ഞോ? ഇന്നൊരു മീറ്റിംഗ് ഉണ്ടെന്ന് പറയുന്നു. ആരുമായിട്ട് മീറ്റിംഗ്? അതൊന്നും വ്യക്തതയില്ല. ബാക്കി ഞാൻ പറഞ്ഞ ഒറ്റ കാര്യമുള്ളൂ. നിങ്ങൾ ഈ പറഞ്ഞ കണക്ക് ഇനി ആരെയും വിളിക്കാൻ നിൽക്കേണ്ട. സെക്കൻഡ്, ഇന്നെന്ന് പറയുന്നത് March 9 ഇന്ന് തൊട്ട് ഇനിയുള്ള 10 ദിവസം നമ്മൾ തമ്മിലാണ് ഡീല്. ഓക്കെ, ഈ 9-ാം തീയതിക്ക് ഏത് ദിവസവും, ഈ 10 ദിവസം എന്ന് പറയുമ്പോൾ നിങ്ങൾ 20 വെച്ചു, March 20 വെച്ചു. ഈ 20-ാം തീയതിക്കകത്ത് ഏതെങ്കിലും ഒരു ദിവസം, അത് ഇന്ന് തൊട്ട് ഈ 20-ാം തീയതിക്കകത്ത് ഏതെങ്കിലും ഒരു ദിവസം ഞാൻ 6 ലക്ഷം രൂപ നിങ്ങൾക്ക് ട്രാൻസ്ഫർ. 6 ലക്ഷം ഫണ്ട് സെറ്റിലാക്കേണ്ട കാര്യം പറയുമ്പോൾ 6 ലക്ഷം പറയുന്നേ. നിങ്ങൾ പിന്നെ 6 ലക്ഷം രൂപ വേണം. 6 ലക്ഷം വേണം. ഇന്ന് നിന്നെ വിശ്വസിക്കണമെങ്കിൽ നീ ഈ പറഞ്ഞ വാക്കിൽ 10 ദിവസം നിനക്ക് വെയിറ്റ് ചെയ്യണമെങ്കിൽ നീ ഇപ്പൊ തീർക്കുന്ന പറഞ്ഞേ. 23rd വൈകുന്നേരം 4 മണിക്ക്. ഇനി 2 ആഴ്ച ഞാൻ നിനക്ക് വേണ്ടി കാത്തുത്തിരിക്കണം. ഒന്നും വേണ്ട, നിങ്ങളുടെ അക്കൗണ്ടിൽ ഫണ്ട്. ഒരു കാര്യം ചെയ്യും, 6 ലക്ഷം രൂപ. ഒരു മിനിറ്റ്, അക്കൗണ്ട് ഒക്കെ ഇടാം. നീ ആദ്യം ഇത് സംസാരിക്കുക. 6 ലക്ഷം രൂപ എനിക്ക് ആദ്യം നീ സെറ്റിൽ ആക്കണം. അത്
അത് സെറ്റിൽ ആക്കാതെ ഞാൻ നിന്നെ വിശ്വസിക്കൂല. എങ്കിൽ ഒരു കാര്യം പറയട്ടെ, 6 ലക്ഷം ഞാൻ പറയാം. എങ്കിൽ അതിന് എനിക്ക് ഒരു 1 വീക്ക് ടൈം. റോബിൻ അപ്പോഴും അറിയില്ല ഇത് കൊടുക്കാൻ പറ്റുമോ, ഇത് ക്ലിയർ ചെയ്യാൻ പറ്റുമോ എന്ന് റോബിന് ഉറപ്പില്ലാത്തതുകൊണ്ട് ഇങ്ങനെ ഡേറ്റ് മാറ്റി പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഒരു മനുഷ്യൻ പൈസ കയ്യിലുള്ള കാശ് കൊടുത്തിട്ട് അവൻ ഈ പുറകെ നടന്ന് കെഞ്ചേണ്ടി വരുന്നൊരു ഗതികേട് നമ്മൾ അങ്ങോട്ട് കൊടുത്തിട്ടാണേ. ഇതുകൊണ്ടാണ് ഞാൻ പലപ്പോഴും പറയുന്ന കാര്യം, കടം കൊടുക്കുകയോ കടം വാങ്ങുകയോ കഴിയുന്നതും ചെയ്യരുത്. സൗഹൃദങ്ങൾ പലതും നഷ്ടപ്പെടുന്നത് പൈസ കൊടുക്കൽ വാങ്ങലിലൂടെയാണ്. ഒരു കാരണവശാലും പറ്റുമെങ്കിൽ ഇല്ല എന്ന് തന്നെ പറയുക, ഉണ്ടെങ്കിലും ഇല്ലയെന്ന് പറയുക. ആ സമയത്തുള്ളൊരു വിഷമം മാത്രമേ ഉള്ളൂ, അത് കഴിയുമ്പോൾ അതങ്ങ് മാറിക്കോളും. പക്ഷേ കൊടുത്തു കഴിഞ്ഞാൽ അത് തിരിച്ച് ഇങ്ങോട്ട് വരാൻ ഭയങ്കര പാടാണ്. അത് വന്നില്ലെങ്കിൽ ആ ബന്ധം അവിടെ നഷ്ടപ്പെടും, അല്ലെങ്കിൽ നമ്മൾ ആ പൈസ ഒഴിവാക്കേണ്ടി വരും. ഒന്നുകിൽ നമ്മൾ ആ പൈസ വേണ്ടെന്ന് വെക്കണം, അല്ലെങ്കിൽ ആ ബന്ധം നഷ്ടപ്പെടുത്തേണ്ടി വരും. എന്തിനാണ് കയ്യിലുള്ള കാശ് കൊടുത്ത് ബന്ധങ്ങൾ നഷ്ടപ്പെടുത്തുന്നത്? വേണ്ടത് കൊടുക്കാതിരുന്നാൽ പോരെ. ആ സമയത്തുള്ള ചെറിയൊരു വിഷമം തോന്നുമായിരിക്കും, അതിനപ്പുറം വേറെ ഒന്നും ഉണ്ടാവില്ല. ഇത് അബിൽദേവിനെ സംബന്ധിച്ച് അബിൽദേവ് കയ്യിലുള്ള കാശ് അങ്ങോട്ട് കൊടുത്തിട്ട് അയാൾ പുറകെ നടന്ന് ഒരുപാട് ഡേറ്റുകൾ മാറ്റി പറഞ്ഞുകൊണ്ടായിരിക്കും റോബിനോടുള്ള വിശ്വാസം നഷ്ടപ്പെട്ടിട്ട് 6 ലക്ഷം രൂപ നീ ഇന്ന് തന്നാൽ മാത്രമേ എനിക്ക് നിന്നെ ട്രസ്റ്റ് ചെയ്യാൻ പറ്റുള്ളൂ, ബാക്കി നീ തരുമെന്ന് എനിക്ക് ട്രസ്റ്റ് ചെയ്യാൻ പറ്റുള്ളൂ എന്നാണ് പറയുന്നത്. അപ്പോൾ എത്രമാത്രം ഇയാൾ റോബിൻ്റെ പുറകെ നടന്ന് കാശ് ചോദിച്ചിട്ടുണ്ടാവും. ഞാൻ ഇപ്പോഴും പറയുന്നു, അയാളുടെ സോഴ്സ് ഓഫ് ഇൻകം എന്താണെന്നുള്ളത് അത് അയാൾ പ്രൂവ് ചെയ്യേണ്ട കാര്യമാണ്, അത് അയാൾ തെളിയിക്കേണ്ട കാര്യമാണ്. ഇയാൾക്ക് എവിടെ നിന്ന് ഇത്രയും ഫണ്ട് വന്നത്, റോബിൻ പറയുന്ന പ്രകാരമാണ് 42 ലക്ഷം രൂപ, ഇതൊക്കെ എവിടെ നിന്നാണ് വന്നത്, അത് അയാൾ പ്രൂവ് ചെയ്യേണ്ട കാര്യമാണ്. അയാളുടെ ബിസിനസ് സോഴ്സ്, അയാളുടെ സോഴ്സ് ഓഫ് ഇൻകം, ഇതൊക്കെ അയാൾ പ്രൂവ് ചെയ്യേണ്ട കാര്യമാണ്. പക്ഷേ റോബിൻ ഇത് വാങ്ങിയിട്ടുണ്ടെങ്കിൽ അത് കൊടുക്കാൻ റോബിൻ ബാധ്യസ്ഥൻ തന്നെയാണ്, അതിനൊരു സംശയമില്ല. പക്ഷേ ഇന്ന് രാവിലെ റോബിൻ പറയുന്നു, ഞാൻ എല്ലാം കൊടുത്തു, 69,000 രൂപ എനിക്ക് ഇങ്ങോട്ടാണ് തരാനുള്ളത്. ഇതിൻ്റെ സത്യാവസ്ഥ അവർ തന്നെ തെളിയിക്കേണ്ടതാണ്. കിട്ടിയിട്ടുണ്ടോ, കൊടുത്തിട്ടുണ്ടോ, ഏത് മീഡിയത്തിലൂടെയാണ് കൊടുത്തത് എന്നൊക്കെയുള്ളത് അവർ തന്നെ തെളിയിക്കേണ്ട കാര്യങ്ങളാണ്. ബാക്കിയേക്ക് ഞാൻ ഒരു കംപ്ലൈന്റിന് പോലും വെക്കാതെ ഞാൻ നിൽക്കാണ്. എന്നെ കൊണ്ട് കടിക്കുകയും ലാസ്റ്റ് എല്ലാം കൂടി പ്രശ്നത്തിൽ വെച്ചാൽ ഇത് ഭീഷണിയല്ല. കാരണം നീ എന്നെ വ്യക്തിപരമായി പറ്റിച്ച് ഈ കഴിഞ്ഞ 3 മാസമായിട്ട് വലിപ്പിച്ചുകൊണ്ടിരിക്കുക നീ തന്നെ. ഞാനൊരു കാര്യം പറയട്ടെ, ഞാൻ വ്യക്തമായിട്ട് പോകുന്ന അടുത്ത് പറയാണ്, ഇപ്പൊ ഞാൻ ചോദിച്ചിട്ടാണ് ഞാൻ വിളിക്കുന്നത്. ഇല്ല ഈ ഇതിന്റെ അപ്പുറം ഈ പറഞ്ഞുകൊണ്ടിരുന്നേ. എടാ നിനക്ക് ഞാൻ നിന്നോട് പറഞ്ഞേ, നീ എന്നോട് പറഞ്ഞ കാര്യം ഞാൻ പറയുന്നേക്കെ 10 ദിവസം ഞാൻ വെയിറ്റ് ചെയ്യാം. നിന്നെ ഞാൻ വിശ്വസിക്കണമെങ്കിൽ എനിക്ക് 6 ലക്ഷം നീ എന്റെ ലാസ്റ്റ് മേടിച്ച 6 ലക്ഷം നീ വെക്ക്. ഒരു ദിവസത്തേക്ക് മേടിച്ച് പറ്റിച്ച പൈസ നീ വെക്ക്. നില്ല എന്റെ പൊന്നു ബ്രോ, വെള്ളിയാഴ്ച എങ്കിൽ 6 ലക്ഷം രൂപ ഞാൻ ട്രാൻസ്ഫർ ചെയ്യാം. ഫ്രൈഡേ ആണ് 6 lakhs ട്രാൻസ്ഫർ, മറ്റേതാണ് 23rd വെച്ചോ. ഓക്കെ, ഇനി ഇതിലൊരു മാറ്റം. അല്ലല്ല, എന്ന് വെള്ളിയാഴ്ച എന്ന് ഏതാ ദിവസം? ഇന്ന് തിങ്കളും എവിടുന്ന് ഫണ്ട് കിട്ടുന്നത് എന്ന് ബോധിപ്പിക്കണമെങ്കിൽ ഈ പറ. എന്റെ പൊന്നു ബ്രോ, എനിക്ക് പല സ്ഥലത്ത് നിന്ന് ഇപ്പൊ ഫണ്ട് കിട്ടും, പല സ്ഥലത്ത് നിന്ന് കിട്ടും. ഞാൻ പാർട്ടിക്കാരനാണ് കേട്ടോ, അതാദ്യം മനസ്സിലാക്കാം. ഞാൻ പാർട്ടിക്കാരനാണ്, ഞാൻ BJP പാർട്ടിയിൽ ഒരു അംഗമാണ്. മറ്റന്നാൾ തൊട്ട് മണ്ഡലത്തിൽ പ്രവർത്തിച്ചു തുടങ്ങാൻ വേണ്ടി എന്നെ അവിടെ വിളിച്ചിട്ടുണ്ട്. അവിടെ പോവുകയാണ്, വർക്കല്ല. മനസ്സിലാവുന്നുണ്ടോ ഞാൻ പറഞ്ഞ നടക്കാൻ പോകുന്നത്? എനിക്കറിയാം, വർക്കാന്ന് പറഞ്ഞത് CPM മണ്ഡലല്ലേ. ഞാൻ എന്നെ സംബന്ധിച്ച് നിനക്ക് ഒരു മിനിറ്റ് ഞാൻ പറഞ്ഞത് പണ്ടുള്ളതുപോലെ അല്ല. എനിക്കിപ്പം ഇഷ്ടം പോലെ കോണ്ടാക്ട്സ് ഉണ്ട്, അതാദ്യം നിങ്ങൾ മനസ്സിലാക്കുക. അടുത്ത കൺവിൻസിങ്, എനിക്കിപ്പോൾ ഒരുപാട് കോണ്ടാക്ട്സ് ഉണ്ട്, എന്തുകൊണ്ട് ആ കോണ്ടാക്ട്സ് ഉപയോഗിച്ച് റോബിന് ഫണ്ട് ക്ലിയർ ചെയ്യാൻ പറ്റുന്നില്ല? അങ്ങനെയാണെങ്കിൽ ഈ കോണ്ടാക്ട്സ് ഉണ്ടായിട്ട് കാര്യമില്ലല്ലോ, ഈ കോണ്ടാക്ട്സ് ഉള്ള ആൾക്കാർ കാശ് തരണ്ടേ? അങ്ങനെയാണെങ്കിൽ അത് മേടിച്ചിട്ട് ഇവർക്ക് കൊടുത്താൽ പോരെ? അത് മാത്രമല്ല, BJP-കാരനായാൽ കാശ് കിട്ടുമോ? ഒരു ചാൻസ് BJP-യിലേക്ക് ഇറങ്ങാൻ വേണ്ടി. അപ്പോൾ ചോദിക്കും പോപ്പുലാരിറ്റി വേണ്ടിയെന്ന്. അതില്ല കേട്ടോ. അല്ല ശരി, പോപ്പുലറായ ഒരാളെ കൊണ്ടുവന്നു കഴിഞ്ഞാൽ നിങ്ങൾ കാശ് കൊടുക്കുമോ? ഞാനിപ്പോൾ പാർട്ടിക്കാരനാണ്, ഞാൻ BJP-കാരനാണ്. പാർട്ടിക്കാർ ഇതൊക്കെ കേൾക്കുന്നുണ്ടല്ലോ അല്ലേ? നിങ്ങളുടെ പാർട്ടിയിൽ പ്രവർത്തിച്ചാൽ നാളെ അവന് ഇഷ്ടം പോലെ കാശ് വരുന്ന പറയുന്നത്. ഇതിന് മാത്രം ഫണ്ട് എവിടെയാണ് ഇരിക്കുന്നത്? സർക്കാർ പോലും കടത്തിലാണെന്നാണ് പറയുന്നത്. ആ സമയത്താണ് മനസ്സിലാവുന്നില്ല ഒരാളെ പൈസ കൊടുക്കാതിരിക്കാൻ വേണ്ടി കൺവിൻസ് ചെയ്യാൻ പെടുന്ന പാടെ എന്തൊക്കെ പറഞ്ഞിട്ടാണ്. ബാക്കി ഇതും തമ്മിൽ എന്താ ബന്ധം? എന്നെ സംബന്ധിച്ച് റോബിൻ, നിന്റെ അടുത്ത സ്റ്റെപ്പ് എന്താ അറിയോ? എന്റെ അടുത്ത സ്റ്റെപ്പ് ലീഗൽ മൂവ്മെന്റ് ആണ്. എന്നെ സംബന്ധിച്ച് കേറും അല്ല റോബിൻ, ഞാൻ ഇപ്പോഴും പറയാം, നിന്നെ ഉപദ്രവിക്കലല്ല എന്റെ കാര്യം. ഇപ്പോഴും നാളെ നിനക്ക് റോബിൻ, ഞാൻ കോടീശ്വരന്മാരെ കാണാത്തല്ലേ. നീ ഒരു MLA ആയാലോ, നീ പാർട്ടിന്റെ ഇത് പേര് വന്നാലോ, നിനക്ക് ഇതിൽ ബിഗ് ബോസ് കിട്ടിയാലോ, ഇതിൽ നിനക്ക് 100 ആൾക്കാരുടെ ഫണ്ട് പിരിക്കാൻ കഴിഞ്ഞാലോ, ഇതൊക്കെ നിനക്ക് കിട്ടിയാൽ നിന്നെ സംബന്ധിച്ച് നല്ലത്. എനിക്ക് അതിലൂടെ ഒന്നും ഒരു എക്സൈറ്റർ അല്ല. അപ്പൊ ഇതൊക്കെയാണ് കാര്യങ്ങൾ. റോബിൻ ഈ പൈസ കൊടുക്കാതിരിക്കാൻ വേണ്ടി, അല്ലെങ്കിൽ ഇതിനൊരു അവധി കിട്ടാൻ വേണ്ടി പല രീതിയിലും പല പ്രാവശ്യവും ഈ അബിൽദേവിനെ കൺവിൻസ് ചെയ്യാൻ വേണ്ടി ശ്രമിച്ചു. സഹി കെട്ടിട്ടാണ്
ഇവർ ഈ പറയുന്ന പോലെ സോഷ്യൽ മീഡിയയിൽ ഇത് എക്സ്പോസ് ചെയ്യാൻ ശ്രമിച്ചെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പക്ഷേ അതൊരു ശരിയായ നടപടിയാണെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. കാരണം നിയമപരമായിട്ട് പോകേണ്ട കാര്യങ്ങൾ നിയമപരമായിട്ട് തന്നെ പോകണം. ഇവർ ഓൾറെഡി കംപ്ലയിൻറ്റ് കൊടുത്തു. അത് കഴിഞ്ഞ ദിവസം വേദലക്ഷ്മിയുടെ ഒരു ചാറ്റ് നമ്മൾ കണ്ടതാണ്. ഇവർ ഓൾറെഡി കംപ്ലയിൻറ്റ് കൊടുത്തു. അതിന് ഒരു സിവിൽ കേസ് ആയതുകൊണ്ട് സിവിൽ കേസ് അത്ര പെട്ടെന്നൊന്നും നടപടി ആവില്ല. അത് നമ്മുടെ നാട്ടിലെ നിയമത്തിൻ്റെ ഒരു അപാകതയാണ്. അപ്പോൾ അതുകൊണ്ടൊക്കെ ആയിരിക്കാം ഇവരൊരു പക്ഷേ ഇത് പുറത്തേക്ക് എക്സ്പോസ് ചെയ്തത്. പിന്നെ റോബിൻ തെറി പറഞ്ഞതും ഞാൻ പറഞ്ഞില്ലേ, പൈസ മേടിച്ചിട്ട് ആ പൈസ തന്നവൻ്റെ അമ്മയ്ക്ക് തന്നെ പറയുക, അമ്മയെ വളരെ മോശമായിട്ട് ചിത്രീകരിക്കുക, അതൊക്കെ വളരെ മോശമുള്ള കാര്യമാണ്. എനിവേ ഇതൊക്കെ സോർട്ട് ഔട്ട് ചെയ്ത് റോബിൻ തിരിച്ചു വരട്ടെ. റോബിൻ്റെ മണി മാനേജ്മെൻറ്റ് പ്രശ്നമായിട്ടാണ് എനിക്ക് മനസ്സിലാവുന്നത്. റോബിന് പൈസ എക്സസ് ആയിട്ട് പൈസ വന്നപ്പോൾ അതിന് അനാവശ്യമായിട്ടുള്ള ചിലവഴിക്കൽ ഒക്കെ തന്നെ ആയിരിക്കാം ഇതിൻ്റെ കാരണം എന്ന് തോന്നുന്നു. എനിവേ നിങ്ങളുടെ അഭിപ്രായം നിങ്ങൾ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക. റോബിൻ ഈ പ്രശ്നങ്ങളൊക്കെ പെട്ടെന്ന് സോർട്ട് ചെയ്യാൻ പറ്റട്ടെ, എല്ലാം ക്ലിയർ ചെയ്തിട്ട് വരട്ടെ. ഈ പറയുന്ന പ്രസ് മീറ്റ്, ഇന്നത്തെ പ്രസ് മീറ്റിനകത്ത് എന്തൊക്കെയാണ് സംഭവിക്കാൻ പോകുന്നത് നമുക്കറിയില്ല. സോ അത് വരുമ്പോൾ നമുക്ക് ബാക്കി നോക്കാം. നിങ്ങളുടെ അഭിപ്രായം തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക. നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.